ഡോക്ടർ ജോസഫ് മർത്തോമ മെമ്മോറിയൽ ലെക്ചർ, മെട്രോപൊളിറ്റൻ മെമ്മോറിയൽ ലെക്ചർ ആരംഭിക്കുകയാണ്. ഇപ്പോൾ പ്രാരംഭ ഗാനം നമ്മുടെ ഗായക സംഘം ആലപിക്കുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ചരിത്രത്തിൽ തിളക്കമാർന്ന ഒരേട് സമ്മാനിച്ച് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ദീർഘദർശിയാണ് ഭാഗ്യസ്മരണീയനായ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലിത്ത. ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പിൻഗാമിയായി മലങ്കര ശ്ലൈഹിക സിംഹാസനത്തിൽ പ്രൗഢിയോടെ 13 സംവത്സരക്കാലം സഭയെ മേയിച്ച ശ്രേഷ്ഠ പിതാവിനെ മാർത്തോമാ സഭയ്ക്കായി ദാനം ചെയ്ത ദൈവത്തിന് സ്തോത്രം കരയേറ്റാം. അബ്രഹാം അൽപ്പാൻ്റെ പാരമ്പര്യം പേറുന്ന 3 മെത്രാപ്പൊലീത്തമാർക്ക് ഇതിനോടകം ജന്മം നൽകിയ പാലക്കുന്നത് കുടുംബത്തിൽ 1931 ജൂൺ മാസം 27-ാം തീയതി ജനിച്ച് 1957 ജൂൺ 29
9 ഷമാശ സ്ഥാനത്തേക്കും ഒക്ടോബർ 18 കശീശ സ്ഥാനത്തേക്കും തിരുമേനി പ്രവേശിച്ചു. 1975 ജനുവരി 11 റംബാനായും ഫെബ്രുവരി 8 എപ്പിസ്കോപ്പയായും ദൈവം കൈപിടിച്ച് ഉയർത്തി. 1999 മാർച്ച് 15 സഫ്രഗൻ മെത്രാപ്പോലിത്ത ആയ അഭിവന്യ തിരുമേനി 2007 ഒക്ടോബർ 2 മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ 21ാം മാർത്തോമ ആയി ഉയർത്തപ്പെട്ടു. ദൈവിക ദർശനത്തോടും പ്രാർത്ഥനയോടും ഉറച്ച നിലപാടുകളോടും ദീർഘദർശനത്തോടും കൃത്യതയോടും പ്രതിസന്ധി ഘട്ടങ്ങളിൽ കാർക്കശ്യത്തോടും ദൈവാശ്രയത്തോടും സഭയെ നയിപ്പാൻ അഭിവന്യ തിരുമേനിക്കായി. മലങ്കരയുടെ സൂര്യ തേജസ് എന്ന് പലരും വിശേഷിപ്പിച്ച അഭിവന്യ തിരുമേനി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭകളുടെ സ്നേഹവും അംഗീകാരവും ബഹുമാനവും നേടിയ ഒരു വ്യക്തിത്വമായിരുന്നു. 2020 ഒക്ടോബർ 18 ദൈവനിശ്ചയപ്രകാരം തിരുമേനി കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുകയും ഒക്ടോബർ 19 കബറടക്കുകയും ചെയ്തു. തിരുമേനി നമ്മെ വിട്ടുപിരിഞ്ഞ് 5 വർഷക്കാലം പൂർത്തിയാക്കിയ ഈ വേളയിൽ മാരാമൺ മാർത്തോമ ഇടവക പാലക്കുന്നത് കുടുംബത്തിൻ്റെ കൈത്താങ്ങലോടെ ക്രമീകരിക്കുന്ന ഈ സ്മാരക പ്രഭാഷണത്തിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായിട്ട് പ്രിയപ്പെട്ട ജോർജ് മാത്യൂസിനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ആയുസ്സിൻ്റെ ഉടയവനും പരിപാലകനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ വിശുദ്ധ ദിവസത്തിൻ്റെ പകലിൽ ഈ ഭൂമിയിൽ ഒരു മനോഹര ജീവിതം നയിച്ച ഞങ്ങളുടെ അഭിവന്യ തിരുമേനിയെ ഓർക്കുന്ന ഈ നിമിഷങ്ങളിൽ കർത്താവേ, നിന്റെ ദാസനിലൂടെ സഭയ്ക്കും സമൂഹത്തിനും ഈ ഇടവകയ്ക്കും ഇതര സഭാ വിഭാഗങ്ങൾക്കുമൊക്കെ ലഭിച്ച നല്ല നേതൃത്വത്തിനായിട്ട് സ്തോത്രം. സുദീർഘ നാളുകൾ മാർത്തോമ സഭയുടെ മേൽപ്പട്ടക്കാരനായി മെത്രാപ്പോലിത്തയായി വിവിധങ്ങളായ സംഘടനകളുടെ സാരഥിയായി ഒക്കെ ചുമതല വഹിച്ച് കർത്താവെ തന്നെ പരമേൽപ്പിച്ച ദൗത്യം 90 സംവത്സരം ഈ ലോകത്തിൽ പൂർത്തീകരിച്ച് നിത്യ സ്വസ്ഥതയിലേക്ക് നീ തിരികെ വിളിച്ചുവല്ലോ. ദൈവമായ കർത്താവെ, തിരുമേനിയെ ദാനം ചെയ്ത കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുമേനിയുടെ കുടുംബം അംഗമായിരിക്കുന്ന ഈ ഇടവകയ്ക്ക് വേണ്ടി സ്തോത്രം. കർത്താവെ, അനേക മേലധ്യക്ഷന്മാരെ ദാനം ചെയ്യുവാൻ ഈ ഇടവകയ്ക്ക് ആ കുടുംബത്തിന് മുഖാന്തരമാക്കിയ ദൈവ കൃപയ്ക്കായിട്ട് നന്ദി. കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ കേട്ടതുപോലെ മാർത്തോമ സഭയുടെ ഒരു തറവാട് പോലെ ആകേണ്ട ഈ ഇടവക എവിടം വരെ ഞങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ളൊരു തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേനിയുടെ സഭയ്ക്കും സമൂഹത്തിനുമൊക്കെ ലഭിച്ച നന്മകളെ ഞങ്ങൾ ഓർക്കുമ്പോൾ തിരുമേനിയുടെ സ്നേഹത്തിനായി കരുതലിനായിട്ടൊക്കെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, തള്ളപ്പെട്ടവരെ, ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നവരെ കണ്ടെത്തി തന്നോട് ചേർത്ത് നിർത്തി, ആർക്കും വേണ്ട എന്ന് തോന്നുന്നവരെ തൻ്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തി ഉന്നതിയിലേക്ക് എത്തിച്ച ഭാഗ്യസ്മരണീയനായ തിരുമേനിയുടെ ജീവിതത്തിനായിട്ട് സ്തോത്രം. പട്ടക്കാരുടെയും ജനങ്ങളുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി, അത് രഹസ്യമാണെങ്കിലും പരസ്യമാണെങ്കിലും തൻ്റെ ആവശ്യം പോലെ അത് തിരിച്ചറിഞ്ഞ് അവയോട് പ്രതികരിച്ച ആ നല്ല മനസ്സിനായിട്ടും നന്ദി. സഭയ്ക്ക് നൽകിയ ഉജ്ജ്വലമായ നേതൃത്വം, ശക്തമായ ആ വലിയ സ്വാധീനം ഇന്ന് ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. നിന്റെ മകനിലൂടെ ഉയർത്തപ്പെട്ട സഭയുടെ പാരമ്പര്യത്തിൻ്റെ നല്ല മാതൃകകൾക്കായിട്ടും സ്തോത്രം. അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കുന്ന പ്രിയ അച്ഛനായിട്ട് സ്തോത്രം. അധ്യക്ഷത വഹിക്കുന്ന അച്ഛനായിട്ട് നന്ദി. മറ്റെല്ലാ പട്ടക്കാർക്കായിട്ടും സ്തോത്രം. തിരുമേനിയുടെ സഹോദരൻ പ്രിയ ലോക്കുച്ചാനെ ഏൽപ്പിച്ചും പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ. ആ കുടുംബത്തിനായിട്ടും സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അധ്യക്ഷ പ്രസംഗത്തിനായും സ്വാഗതം അരുളുവാനും നമ്മുടെ ഇടവുകാരി ജി തോമസ് അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എത്രയും സ്നേഹവും ബഹുമാനവുമുള്ള വൈദിക ശ്രേഷ്ഠരെ, ഇന്നത്തെ ഡോക്ടർ ജോസഫ് മാർത്തോമ മെമ്മോറിയൽ ലെക്ചറിൽ മുഖ്യ പ്രഭാഷകനായിട്ടുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ മോത്തി വർക്കിയച്ചൻ, വിശ്വാസ സമൂഹമേ,
മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. യുഗപ്രഭാവനായ ഡോക്ടർ ജോസഫ് മർത്തോമ മെത്രാപ്പൊലീത്തായുടെ മെമ്മോറിയൽ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒന്നിച്ച് കൂടാൻ ദൈവം ഇടയാക്കി നല്ല സന്ദർഭത്തെ ഓർക്കുന്നു. പ്രത്യേകമായിട്ടും മലങ്കര സഭയിലെ നവീകരണത്തിൻ്റെ പിതാവായ അബ്രഹാം മൽപ്പാൻ്റെയും 4 മെത്രാപ്പൊലിത്താമാരുടെയും ജന്മഗ്രഹമായ മാരാമൺ പാലക്കുന്നത്ത് കുടുംബാംഗമായ തിരുമേനി സഭയ്ക്കും ആഗോള സഭയ്ക്ക് നൽകിയ വലിയ നേതൃത്വത്തെ ഈ സമയം ഓർക്കുന്നു. 21-ാം നൂറ്റാണ്ടിൽ ദൈവം നൽകിയ വരദാനമാണ് അഭിവന്യ ഡോക്ടർ ജോസഫ് മർത്തോമ മെത്രാപ്പൊലീത്ത. ആഗോള തലങ്ങളിൽ മർത്തോമ സഭയെ യശസ് ഉയർത്തിയ വ്യക്തിത്വം, കർമ്മകുശലൻ, എക്യുമെനിക്കൽ ബന്ധത്തിൽ ശക്തനായ വ്യക്താവായി നിലകൊണ്ടു. അതോടൊപ്പം തന്നെ കേരളത്തിലും ഇന്ത്യയിലും എല്ലാ സാമുദായിക ഐക്യത്തിനു വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിത്വമായിരുന്നു നമ്മുടെ തിരുമേനി. നേതൃത്വ പാടവത്തിൽ അദ്വിതീയനായിട്ടുള്ള വ്യക്തി, നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കർമ്മനിരതനായ വ്യക്തിത്വം, പ്രകൃതിയെ സ്നേഹിച്ച ഒരു തിരുമേനി, പ്രകൃതിയുടെ സംരക്ഷണത്തിനായി നിലകൊള്ളാൻ അദ്ദേഹത്തിൻ്റെ കാലയളവുകൾ ഇടയായതും കാണാം. അതോടൊപ്പം സഭയുടെ വളർച്ചയ്ക്കും നിലപാടുകൾ ഉറപ്പോടുകൂടെ എടുത്ത ഒരു തിരുമേനിയാണ്. നമുക്കറിയാം, പല പ്രശ്നങ്ങളുടെ മധ്യത്തിലൂടെ സഭ കടന്നുപോയ അവസരങ്ങളിൽ സാമുദായിക സ്പർദ്ധകൾ വർദ്ധിപ്പിക്കാൻ പലരും ബോധപൂർവം ശ്രമിച്ച അവസരങ്ങളിലെല്ലാം അതിനൊത്തുയർന്ന് സാമുദായിക ഐക്യവും സ്നേഹവും നാട്ടിൽ ദേശത്ത് പുലർത്താൻ അഭിമന്യ തിരുമേനി കാണിച്ച ആ ആർജവത്വം ഈ സമയം ഓർക്കുന്നു. അതോടൊപ്പം ക്രിസ്തുയേശുവിലുള്ള വിശ്വാസവും പാരമ്പര്യവും എപ്പോഴും നിലനിർത്തുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്ന് കാണാം. മാതൃ ഇടവകയായ മാരാമൺ മർത്തോമ ദേവാലയത്തെയും വിശ്വാസ സമൂഹത്തെയും അതിയായി സ്നേഹിച്ച ഒരു വ്യക്തിത്വം, വളരെയധികം ചരിത്രം അറിയാവുന്ന തിരുമേനിയുടെ സമയത്ത് മറ്റാർക്കും ചരിത്രത്തെ പൊളിച്ചെഴുതാൻ കഴിയുകയില്ലായിരുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങളും തൻ്റെ അനുഭവ സമ്പത്തും വളരെയധികം അദ്ദേഹം ഉപയോഗിച്ചു എന്ന് കാണാം. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബവുമായും വളരെയധികം സ്നേഹബന്ധം അഭിമന്യ തിരുമേനി പുലർത്തിയിരുന്നു. ദേശത്തോടും ദേശവാസികളോടും ഉള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം വളരെ നിസ്സീമമായിരുന്നു. നമ്മുടെ മാരാമൺ കൺവെൻഷനും ആറന്മുള വള്ളംകളിയും ഒക്കെ വളരെയധികം നെഞ്ചിലേറ്റി അത് ദേശത്തിൻ്റെ സമൂഹത്തിൻ്റെ ഭാഗമായി കണ്ട് അതിലൊക്കെ തൻ്റെ ഭാഗഭാഗിത്വവും നേതൃത്വവും നൽകിയ വ്യക്തിത്വം. അഖില ലോക സഭാ കൗൺസിൽ, അതോടൊപ്പം തന്നെ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിലുമൊക്കെ തൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം നേതൃത്വം നൽകി. NCCIയുടെ പ്രസിഡൻ്റായും CCA ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യയുടെ പ്രസിഡൻ്റായും ഒക്കെ വളരെയധികം ബന്ധങ്ങൾ സൃഷ്ടിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത തിരുമേനി തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ച് നല്ല ഓർമ്മകൾ തിരുമേനിയിലൂടെ നമുക്ക് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ദേശത്തെ സെക്യുലറിസം നിലനിൽക്കുവാനായിട്ട് അതിയായി ശ്രമിച്ച ഒരു വ്യക്തിത്വം, അതോടൊപ്പം മതസ്പർദ്ധകൾ ഒഴിവാക്കി വളരെയധികം അതിനായിട്ട് പരിശ്രമിച്ച വ്യക്തിത്വം. തിരുമേനിയുടെ ജീവിതം അവിസ്മരണീയമായ ഒരു അനുഗ്രഹീതമായ ജീവിതമായിരുന്നു. ശുശ്രൂഷയിലൂടെ മലങ്കര മർത്തോമ സുറിയാനി സഭയ്ക്ക് എക്യുമെനിക്കൽ മതേതര മേഖലകളിൽ
അഭിവന്യ ഡോക്ടർ ജോസഫ് മർത്തോമ മെത്രാപ്പൊലീത്തയ്ക്ക് ലഭിച്ച നല്ല നേതൃത്വത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതുകൊണ്ട് പുതിയ തലമുറ ഇന്ന് നാം ആയിരിക്കുന്ന ജീവിത അനുഭവങ്ങളിൽ എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ടുള്ള സഭയുടെയും നമ്മുടെ ദേശത്തിൻ്റെയും അനുഭവങ്ങൾ കൂടുതൽ സൗഹാർദ്ദവും ഹാർമണൈസ് ചെയ്തെന്ന അനുഭവവും നമുക്ക് കാഴ്ചവെക്കുവാൻ ഇങ്ങനെയുള്ള കൂടിവരവുകൾ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകമായിട്ടും മാരാമൺ മർത്തോമ ഇടവകയും പാലക്കുന്നത്തെ കുടുംബവും ചേർന്നുള്ള ഈ കൂടിവരവാണ്. അവരെ പാലക്കുന്നത്തെ കുടുംബാംഗങ്ങൾ നൽകുന്ന സപ്പോർട്ടും ഈ സമയം ഓർക്കുന്നു. ഈ വർഷത്തെ നമ്മുടെ തിരുമേനിയെ ഓർമ്മിപ്പിക്കുന്ന ഈ പ്രഭാഷണങ്ങൾ സ്മരണ എപ്പോഴും നിലനിൽക്കുവാനും കൂടുതൽ ദൈവകൃപയോടുകൂടെ ഇടവകയും സഭയും മുന്നേറുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ മീറ്റിങ്ങിൽ മുഖ്യ പ്രഭാഷകനായി കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മോത്തി വർക്കിയച്ചനാണ്. ഇന്നത്തെ നമ്മുടെ വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്കും അദ്ദേഹത്തിൻ്റെ മെസ്സേജും ഒക്കെ വളരെ അനുഗ്രഹപ്രദമായിരുന്നുവല്ലോ. സൽഗുണപൂർണരായി ജീവിക്കണം എന്നുള്ള ഓർമ്മിക്കുന്ന അനുഭവങ്ങൾ, നിത്യജീവനായി നിലകൊള്ളണം, അതിനായി കാംക്ഷിക്കുന്നവരാകണം എന്നുള്ള വലിയ ആഹ്വാനം നാം പ്രഭാതത്തിൽ കേട്ടു. അച്ഛൻ നല്ലൊരു പ്രഭാഷകനും എഴുത്തുകാരനും വാഗ്മിയും നമ്മുടെ സെമിനാരിയിലെ പ്രൊഫസറുമായി ശുശ്രൂഷ ചെയ്ത് വരുന്ന അച്ഛൻ, എല്ലാ മീഡിയകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം, തൻ്റേതായ ചിന്തകൾ സമൂഹവുമായി ചുറ്റുപാടുകളുമായി സഭയിലെ സഭാംഗങ്ങളുമായി പങ്കുവയ്ക്കുന്ന അച്ഛൻ, നമ്മുടെ സഭയിൽ മലങ്കര സഭാ താരകയുടെ ചീഫ് എഡിറ്ററായും വേദപഠന സഹായിയുടെ ചീഫ് എഡിറ്ററായും അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ അച്ഛൻ്റെ ശുശ്രൂഷകൾ ഈ സമയം ഓർക്കുന്നു. വിദേശത്തും ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ സേലത്തും സ്റ്റുഡൻറ് ചാപ്ലിനായി പ്രവർത്തിച്ച കാലയളവൊക്കെ ഞാൻ ഓർക്കുന്നു. അന്ന് ഞാൻ ചെന്നൈ താമ്പരത്ത് ശുശ്രൂഷ ചെയ്യുന്ന കാലയളവാണ്. ആ സ്നേഹബന്ധം അത് ഇന്നും പുലർത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. പ്രത്യേകമായിട്ടും ഇന്ന് നമ്മളുടെ ഈ ഡോക്ടർ ജോസഫ് തിരുമേനി ഓർമ്മിപ്പിക്കുന്ന ഈ പ്രഭാഷണത്തിൽ മെമ്മോറിയൽ ലെക്ചറിൽ അതിന് മുഖ്യ പ്രഭാഷകനായി കടന്നു വന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ മോത്തി വർക്കിയച്ചൻ തലവടി സെൻറ്റ് ജോൺസ് മാർത്തോമ ഇടവാംഗമാണ്. അദ്ദേഹം എല്ലാവർക്കും സുപരിചിതനായ അച്ഛനാണ്. സഭയുടെ ഏറ്റവും കണ്ണിലുണ്ണിയായി പ്രവർത്തിക്കാൻ അച്ഛന് കഴിഞ്ഞ കാലങ്ങളിൽ ഇന്നും നമുക്ക് കഴിയുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രത്യേകമായിട്ടും ഇന്ന് ഡോക്ടർ ജോസഫ് മർത്തോമ മെമ്മോറിയൽ ലെക്ചർ ഇന്ന് അതിൽ പങ്കെടുക്കുവാനും അതിന് നേതൃത്വം നൽകാനും കടന്നു വന്നതിൽ ഞങ്ങൾക്കുള്ള സന്തോഷം അറിയിക്കുകയും ഏറ്റവും ഹൃദ്യമായി ഡോക്ടർ മോത്തി വർക്കിയച്ചനെ സ്വാഗതം ചെയ്യുകയും നിങ്ങളുടെ ഏവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ അച്ഛൻ്റെ പ്രഭാഷണം നമുക്ക് ഏറ്റവും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് കടന്നു വന്ന ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠ നമ്മുടെ ഇടവകയിലെ സീനിയർ മോസ്റ്റ് അച്ഛൻ ജോർജ് മാത്യു കരിക്കം അച്ഛൻ, അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവാംഗമായിട്ടുള്ള ഡോക്ടർ റവറൻഡ് എബ്രഹാം പി എബ്രഹാം അച്ഛൻ, ഈ രണ്ട് ഇടവാംഗങ്ങളായിട്ടുള്ള അച്ഛന്മാരെയും ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ സമയം ഞങ്ങൾ ഒന്നിച്ച് ശുശ്രൂഷ ബഹുമാനപ്പെട്ട റോഷനച്ചൻ ഈ മീറ്റിംഗ് കോമ്പയർ ചെയ്യുന്നു. ജസ്റ്റിനച്ചൻ നമ്മോടൊപ്പമായിരിക്കുന്നു. ബഹുമാനപ്പെട്ട രണ്ടച്ഛന്മാരെയും ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യട്ടെ. പ്രത്യേകമായിട്ടും ഇന്ന് അഭിവന്യ ഡോക്ടർ ജോസഫ് മർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ഇളയ സഹോദരൻ കൊച്ചുണ്ണിച്ചായനും ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നു. അച്ചായനെയും ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സമയം ഇടവക ചുമതലക്കാർ, കൈസാന സമിതി അംഗങ്ങൾ,
ഇടവകയുടെ വിവിധ ഓർഗനൈസേഷൻ ചുമതലക്കാർ, അതോടൊപ്പം തന്നെ ഇടവക ജനങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, യുവജനങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ജോസഫ് മർത്തോമ മെത്രാപ്പൊലീത്ത കാണിച്ചു തന്ന നല്ല മാർഗങ്ങളെ പിന്തുടരുവാനും ഈ സഭയ കൂടുതൽ ദൈവകൃപയിൽ മുന്നേറുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു കൈ കൊണ്ട് തിരുത്തുമ്പോഴും മറുകൈ കൊണ്ട് തലോടുന്ന അതുല്യമായ ഒരു വ്യക്തിത്വമായിരുന്നു നമ്മുടെ ജോസഫ് മാർത്തോമ തിരുമേനിയോട് വളരെയധികം അടുപ്പം പുലർത്തുകയും തിരുമേനിയുടെ ഹൃദയത്തിൽ ഒരു ഇടം നേടുകയും ചെയ്ത വ്യക്തിയാണ് പ്രിയപ്പെട്ട മൂത്തി വർഗീയച്ഛൻ. അച്ഛനെ ഇന്ന് നമുക്ക് മുഖ്യാതിഥിയായി ലഭിച്ചത് ഏറ്റവും വലിയ സന്തോഷമാണ്. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അച്ഛനെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയും മുഖ്യ സന്ദേശത്തിനായി ക്ഷണിക്കുകയും ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട അച്ഛന്മാരെ, ഈ ഇടവകയുടെ ജീവാത്മാവും പരമാത്മാവുമായിരിക്കുന്ന വിശ്വാസ സമൂഹം വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് ഇന്ന് ഈ ഒരു അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ, ഗായക സംഘാംഗങ്ങൾ, എല്ലാവർക്കും സ്നേഹവന്ദനം. ഇപ്രകാരം എന്നെ ഈ ഒരു മീറ്റിങ്ങിൽ സംസാരിക്കാൻ ക്ഷണിച്ചത് എന്തിനാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. കാരണം മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ ദേവദാരുവെന്നോ സൂര്യ തേജസ്സെന്നോ ഒക്കെ വിളിക്കാവുന്ന യുഗപ്രഭാവനായ ജോസഫ് മാർത്തോമായെ അനുസ്മരിക്കാൻ കുറച്ചുകൂടെ ക്ലൗട്ടുള്ള ഒരാളായിരുന്നു നല്ലത്. ഗവർണറോ മന്ത്രിമാരോ അങ്ങനെ എന്തെങ്കിലും ഒരു ഗരിമയുള്ള ഒരാളായിരുന്നു നല്ലത്. ഈ ഉണങ്ങിയ എന്നെ എന്തിനാ വിളിച്ചേ എന്ന് ഞാൻ പലവട്ടം ആലോചിച്ചു. ഞാൻ ജിജി അച്ഛനോട് പറഞ്ഞ അച്ഛാ അത് വേണോ? കാരണം തിരുമേനിയുടെ ഒരു സ്റ്റേച്ചറിന് ചേർന്ന ഒരു ക്ലൗട്ടൊന്നും ഉള്ള ഒരാളെ വിളിക്കുന്നതല്ലേ നല്ലത്. എനിക്ക് തോന്നുന്നു ഇത് ലൂക്കച്ചായൻ്റെയും കൂടെ ഒരു താല്പര്യമാണ്. എല്ലാ കൊല്ലവും മഹാന്മാരാണല്ലോ വരുന്നത്. ഒരു പ്രാവശ്യം അത്ര മഹാനല്ലാത്ത ഒരാളെ വിളിക്കുന്നത് അതും തിരുമേനിയുടെ ഒരു മാഗ്നാനിമിറ്റിയുടെ ലക്ഷണമാണ്. തിരുമേനി സാധുക്കളെയും കൂടെ ചേർത്ത് പിടിക്കുന്നൊരു സ്വഭാവം ഉള്ളത് കൊണ്ട് അങ്ങനെ ലൂക്കോച്ചായൻ എന്നിൽ സംപ്രീതനായെന്നാണ് ഞാൻ കരുതുന്നത്. പ്രിയപ്പെട്ട ജിജി അച്ഛൻ ദീർഘവർഷമായി അച്ഛൻ പറഞ്ഞതുപോലെ നല്ല സ്നേഹിതരാണ്. അച്ഛൻ താമ്പരത്ത് പ്രവർത്തിക്കുന്ന കാലത്ത് അച്ഛനോടൊപ്പം താമസിച്ച് അവിടുത്തെ മീറ്റിങ്ങുകൾക്കൊക്കെ പങ്കെടുത്തതൊക്കെ ഞാൻ ഓർക്കും. പ്രിയപ്പെട്ട ജോർജ് മാത്യു അച്ഛൻ അമേരിക്കയിൽ നിന്ന് സ്ഥലം മാറി ഒരു ഫിയറ്റ് കാറുമായി തലവടി പടിഞ്ഞാറേക്കര പള്ളി വന്നതൊക്കെ ഞാൻ ഈ സമയം ഓർക്കുന്നു. അന്ന് ബാഡ്മിൻ്റൺ കളിക്കുന്ന അച്ഛന്മാരൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വലിയ കൗതുകമാണ്. അപ്പോൾ അന്നത്തെ ഒരു യങ് സെൻസേഷനായിരുന്നു. ഇപ്പോഴും സെൻസേഷനാണ്, നോട്ട് സോ യങ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഹീ സ്റ്റിൽ എ സെൻസേഷൻ. അങ്ങനെ ഞങ്ങൾ അച്ഛനെ അതൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളിങ്ങനെ അവിടെ പോയി നിൽക്കുന്നതൊക്കെ നമ്മളെ ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല. എന്നാലും അതൊക്കെ ഈ സമയത്ത് സന്തോഷത്തോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ട റോഷൻ അച്ഛൻ പല നിലകളിൽ എനിക്ക് അച്ഛനോട് അടുപ്പമുണ്ട്. ഒന്ന്, അച്ഛൻ്റെ അമ്മയാണ് എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും വേദവിപരീതമൊക്കെ പറയുന്നെങ്കിൽ അത് ശരിയായി എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിക്കാഞ്ഞതിൻ്റെ മുഴുവൻ കുറ്റവും റോഷനച്ഛൻ്റെ മമ്മിക്കാണ്. മാത്രവുമല്ല, അച്ഛനും ഞാനും ഒരേ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തതാണ് സേലത്ത്. ജസ്റ്റിൻ അച്ഛൻ പ്രവർത്തിച്ച ഇടവകയിലൊക്കെ അച്ഛനോട് ചേർന്ന് ചില ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പല നിലകളിൽ എനിക്ക് ഈ ഒരു സദസ്സ് വളരെ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. എനിക്കൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, എൻ്റെ സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രസംഗത്തിൻ്റെ സമയമാണ് ഞാനിപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കുന്നത്. അതെനിക്ക് കുറിച്ച് തന്നിട്ടുണ്ട്. ആ സമയം എത്രയാണെന്ന് ഞാനിപ്പോൾ പറയില്ല.
കാരണം ആരാധന മധ്യയുള്ള പ്രസംഗത്തിൽ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തന്നിരുന്നു. ആ സമയത്തിനുള്ളിൽ ഞാൻ നിർത്തി. ഈ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കും. ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ആദ്യം പറയാം. ഒന്ന്, നിങ്ങളൊരു ആർക്കും അസൂയ തോന്നുന്ന ഒരു പൈതൃകമുള്ള ഒരു പള്ളിയാണ്. അതൊരു നിങ്ങൾക്ക് അതിൻ്റെ വില അറിയാമോ എന്ന് എനിക്കറിയില്ല. സഭയുടെ തറവാട് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഇത്രയധികം മെത്രാപ്പൊലിത്താമാരെ അമ്മ വഴിയും അപ്പൻ വഴിയും സഭയ്ക്ക് സംഭാവന ചെയ്ത ഏബ്രഹാം മൽപ്പാൻ്റെ സ്വന്തം ഇടവക. എന്നാൽ ഈ ഒരു വലിയ പൈതൃകം നമ്മൾ വേണ്ടതുപോലെ കാത്തു സൂക്ഷിക്കുന്നില്ല എന്നെനിക്കൊരു സങ്കടമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലും ഒരുപക്ഷെ ലോകത്ത് തന്നെ ജോർജ് മാത്യുച്ചൻ പറയാറുണ്ട്, ഇതുപോലെ ഒരു അപൂർവ ലെഗസിയുള്ള ഒരു ഇടവകയില്ല. ശരിക്കും നിങ്ങൾ ലോകത്ത് ഏത് രാജ്യത്ത് നോക്കിയാലും ഇതൊരു അപൂർവ ലെഗസിയാണ്. ഈ ലെഗസി കുറെ കൂടെ നമ്മൾ ഓർക്കുകയും അത് കുറച്ചുകൂടെ വ്യവസ്ഥാപിതമായ മാർഗത്തിൽ അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ടോ? ഒരാലോചനയ്ക്കായി പറഞ്ഞതാണ്. രണ്ട്, ഇപ്പം പറഞ്ഞതിൻ്റെ മറുവശമാണ്. ഏബ്രഹാം മൽപ്പാൻ്റെ തറവാടാണ്, പാലക്കുന്നത്തെ തറവാടാണ് എന്ന് പറഞ്ഞിട്ടൊന്നും അന്ത്യനാളിൽ ഒരു പ്രയോജനവും ഇല്ല. സ്വർഗത്തിൽ കർത്താവ് ന്യായം വിധിക്കുമ്പോൾ മാരാമണ്ണ എന്നാ കയറിക്കോ മോനെ, സോറി, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും, അതുകൊണ്ട് പൈതൃകം നല്ലതാണ്, പക്ഷേ പൈതൃകത്തിൻ്റെ മറവിൽ നിത്യതയിൽ പ്രവേശിക്കാമെന്ന് കരുതരുത്. ഇത് യഹൂദന്മാർക്ക് ഇങ്ങനൊരു തോന്നലുണ്ടായിരുന്നു. അവരെന്ത് പറയുമ്പോഴും പറയും അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന്. യേശു പറഞ്ഞു സോറി, ഫലം കായ്ച്ചില്ലെങ്കിൽ, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഒരു പ്രയോജനവും. ഇതും കൂടെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. കാരണം ഇനി പറയാൻ പോകുന്നില്ല നിങ്ങളെക്കുറിച്ചുള്ള ഒത്തിരി പൊക്കിയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത് പറഞ്ഞില്ലെങ്കിൽ അത് സുവിശേഷമാവില്ലല്ലോ, അതുകൊണ്ട് അതുകൂടെ പറയുന്നു എന്ന് മാത്രം. സാധാരണ എപ്പിസ്കോപ്പമാരെയും മെത്രാപ്പൊലിത്താമാരെയും ഒക്കെ അവർ കാലം ചെയ്തതിന് ശേഷം നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ഒരു വാക്ക് പറയാറുണ്ട്, ഭാഗ്യസ്മരണാർഹരായ അല്ലെങ്കിൽ ഭാഗ്യസ്മരണീയരായ. എന്താണ് ഈ ഭാഗ്യസ്മരണീയർ എന്ന് പറഞ്ഞാൽ? അവരുടെ ഓർമ്മ ഒരു സുഹൃതമാണ്, അവരെ ഓർക്കുന്നത് ഒരു പുണ്യമാണ്. അപ്പോൾ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത, മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ 21-ാം മെത്രാപ്പൊലീത്ത, അദ്ദേഹം ഭാഗ്യസ്മരണീയനാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമുക്കൊരു സുഹൃതമാണ്, നമുക്കൊരു പുണ്യമാണ്. 2014 ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അവസാനമായി ഒരു പത്രസമ്മേളനം നടത്തുന്നത്. ഈ പത്രസമ്മേളനം അദ്ദേഹം അവസാനിപ്പിച്ചത് പത്രക്കാരെല്ലാവരോടുമായി ഒരു ചെറിയ വാചകം പറഞ്ഞാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിരന്തരം വിമർശനങ്ങൾക്ക് വിധേയനായിട്ടുള്ള ആളാണ്. നിങ്ങൾ ആരും എന്നോട് വേണ്ടത്ര കരുണ കാണിച്ചിട്ടില്ല, എന്നെ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു വാചകം പറഞ്ഞ് ഈ പ്രഭാഷണം ആരംഭിക്കാം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഹിസ്റ്ററി വിൽ ബി മോർ കൈൻഡർ ടു മീ. നിങ്ങൾ എന്നോട് കരുണ കാണിച്ചോ ഇല്ലയോ എന്നെനിക്കറിയില്ല, പക്ഷേ ഒന്നെനിക്ക് ഉറപ്പുണ്ട്, ചരിത്രം എന്നോട് കുറച്ചുകൂടെ കരുണ കാണിക്കും. ഹിസ്റ്ററി വിൽ ബി മോർ കൈൻഡർ ടു മീ. ജോസഫ് മാർത്തോമായോട് ചരിത്രം കുറച്ചുകൂടെ കരുണ കാണിക്കും, കരുണ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് നമ്മൾ സാക്ഷികളുമാണ്. ഒരു അടിയുറച്ച മാർത്തോമാക്കാരനാണ്. നമ്മൾ ചില രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് പറയും, അവരുടെ ഞരമ്പ് മുറിച്ചാൽ ആ പാർട്ടിയുടെ രക്തമാണ് വരുന്നത് എന്ന് പറഞ്ഞതുപോലെ അടിമുടി ഒരു കറ തീർന്ന മാർത്തോമാക്കാരനാണ്. തിരുമേനിയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്നത് തിരുമേനിയുടെ
പാരമ്പര്യ ബോധവും സഭയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ബോധവും സഭയുടെ സുറിയാനി പാരമ്പര്യങ്ങളെക്കുറിച്ചുള്ള അഭിമാനവും സഭയുടെ കൂദാശകളെക്കുറിച്ചും ആരാധനകളെക്കുറിച്ചുമുള്ള അവിശ്വസനീയമായ അവഗാഹമാണ്. ലിറ്റർജിയെക്കുറിച്ച് ചോദിച്ചാലും ചരിത്രത്തെക്കുറിച്ച് ചോദിച്ചാലും കൂദാശയെക്കുറിച്ച് ചോദിച്ചാലും ഏതുറക്കത്തിൽ ഉണർത്തിയാലും മറുപടിയുണ്ട്. ചിലരൊക്കെ പറയും തിരുമേനിക്ക് ഭയങ്കര ഓർമ്മയാണ്. എന്നാൽ ഇത് ഓർക്കാൻ തിരുമേനിക്ക് പ്രത്യേകിച്ച് ശ്രമമൊന്നും വേണ്ട. കാരണം മീനിനെ നീന്താൻ പഠിപ്പിക്കേണ്ട, കിളിയെ പറക്കാൻ പഠിപ്പിക്കേണ്ട. മാരാമൺ മാർത്തോമാ ഇടവകയിൽ ജനിച്ച ഏബ്രഹാം മൽപ്പാൻ്റെ പാരമ്പര്യമുള്ള പാലക്കുന്നത്ത് തറവാട്ടിലുള്ള തീത്തൂസ് ദ്വിതീയൻ്റെ കൈപിടിച്ച് നടന്ന ആ മനുഷ്യന് പാരമ്പര്യവും കൂദാശയും ചരിത്രവും ഒന്നും ഓർക്കാൻ വലിയ ഓർമ്മശക്തിയുടെ ആവശ്യമില്ല. കാരണം അത് അത്രത്തോളം രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്നതാണ്. തിരുമേനി കൂദാശയെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും പഠിച്ചത് കറസ്പോണ്ടൻസ് പഠിച്ചതല്ല. ഈ സ്വിമ്മിങ് കറസ്പോണ്ടൻസ് പഠിക്കുന്നവർക്ക് നീന്താൻ പറ്റില്ലെന്ന് പറയുന്നത് പോലെ തിരുമേനി തീസ്തൂസ് ദ്വിതീയൻ തിരുമേനിയുടെ കൈപിടി ഇത് മുത്തശ്ശി കഥ പോലെ കേട്ട് വളർന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് സഭയുടെ ചരിത്രവും പാരമ്പര്യവും ഒക്കെ ഓർക്കാൻ വലിയ അധ്വാനം ആവശ്യമില്ല. പ്രായമൊന്നും ആ ഓർമ്മയ്ക്ക് തടസ്സവുമല്ല. തിരുമേനി എപ്പോഴും സഭയുടെ നവീകരണ പാരമ്പര്യവും അന്ത്യോക്യൻ പാരമ്പര്യവും ഒരുപോലെ ശക്തമായി സൂക്ഷിച്ചിരുന്നയാളാണ്. എപ്പോഴെല്ലാം മലങ്കരയിൽ സുറിയാനി സഭയിലെ ആളുകൾ ഒരുമിച്ച് വരുമ്പോൾ തിരുമേനി വളരെ അഭിമാനത്തോടെ പറയാറുണ്ട്, പാലക്കുന്നത്ത് മാത്യൂസ് മാർ അത്തനേഷ്യസിന് അന്നത്തെ പാത്രിയാർക്കീസിൽ നിന്നും ലഭിച്ച മൂറോനാണ് ഇപ്പോഴും സഭ ഉപയോഗിക്കുന്നത്. ഇതെന്ത് അഭിമാനത്തെയാണ്! അന്ത്യോക്യൻ പാരമ്പര്യത്തെക്കുറിച്ച് വളരെ അഭിമാനത്തോടെ. എന്നാൽ അതേസമയം നവീകരണ പാരമ്പര്യത്തെക്കുറിച്ചും തിരുമേനിക്ക് കൃത്യമായ ധാരണയുണ്ട്. തിരുമേനിയുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ എല്ലാ സൗന്ദര്യവും നിറഞ്ഞാടുന്നത് ഒരുപക്ഷെ അന്തരീക്ഷത്തിൽ മഴക്കാറ് വരുമ്പോൾ എങ്ങനെയാണോ ഒരു മയിൽ നിറഞ്ഞാടുന്നത്, പീലി വിരിഞ്ഞാടുന്നത്, അതുപോലെ തിരുമേനിയുടെ എല്ലാ പാരമ്പര്യ ബോധവും തിരുമേനിയുടെ എല്ലാ ചരിത്രബോധവും കൂദാശകളെക്കുറിച്ചുള്ള അത്ഭുതകരമായ അവിശ്വസനീയമായ അവഗാഹവും അതിൻ്റെ എല്ലാ നിറവോടും ആഢ്യത്വത്തോടും കുലീനതയോടും കൂടെ പ്രകടിപ്പിക്കുന്നത് ആരാധനയിലാണ്. ആരാധനയുടെ ഒരു പൗരസ്ത്യ ആരാധനയുടെ സുറിയാനി സഭയുടെ ആരാധനയുടെ മുഴുവൻ സൗന്ദര്യവും അതിൻ്റെ ഗരിമയും തിരുമേനിയുടെ ആരാധനയിൽ കാണാം. പലപ്പോഴും തിരുമേനി വിശുദ്ധ കുർബാന ശുശ്രൂഷ അനുഷ്ഠിക്കുമ്പോൾ അപ്പവും വീഞ്ഞും നൽകുമ്പോൾ ഏബ്രഹാം മാർത്തോമ പതിവായി ഉപയോഗിക്കുന്ന നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം കർത്താവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ എന്ന് ഇന്ന് അങ്ങനെ പറയുന്നവർ വളരെ കുറവാണ്. എന്നാൽ ഏബ്രഹാം മാർത്തോമ പറയുന്നത് അതുപോലെ തന്നെ തിരുമേനി എപ്പോഴും പറയുന്നുണ്ട്. ചേകോട്ടാശാൻ്റെ ഒരു പാട്ടുണ്ടല്ലോ, അപ്പമസാരം അയ്യായിരം എന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ രോമം എഴുന്നേൽക്കാത്ത എത്ര പേര് ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ ആരാധനയിൽ നമ്മൾ എങ്ങനെയൊക്കെയോ മറന്നുപോയ കുറേ കാര്യങ്ങൾ ഈ അടുത്ത സമയത്ത് തിരുമേനിയെക്കുറിച്ച് ഉള്ള തിരുമേനിയുടെ ചില പാട്ടുകളൊക്കെ ഞാനിങ്ങനെ കേൾക്കുമ്പം തിരുമേനി ഈ കുർബാനയിൽ ഉപയോഗിക്കുന്ന ഒരു പാട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അറിഞ്ഞാൽ തീർച്ചയായും ഏതൊരു സത്യക്രിസ്ത്യാനിക്കും രോമാഞ്ചം തോന്നുന്ന വാക്കുകൾ. ആ പാട്ട് നിങ്ങളിങ്ങനെ ഓർക്കാം. എരുതി മക്കൾ ആരെ കണ്ടാൽ എരിഞ്ഞിടുമോ, അപ്പം വീഞ്ഞായി മേശമേലവനെ നാം കാണുന്നു. എന്തുവാണ് ആ വരിയുടെ അർത്ഥം? മാലാഖമാർ കണ്ടാൽ എരിഞ്ഞു പോകുന്നവനെ അപ്പവും വീഞ്ഞുമായി നാം മേശമേൽ. ഇത് സുറിയാനി സഭയുടെ ആരാധനാ സംഗീതമാണ്. എരുതി മക്കൾ ആരെ കണ്ടാൽ എരിഞ്ഞിടുമോ. പിന്നെ അടുത്തതാണ്,
അപ്പം വീഞ്ഞായി മേശമേലവനെ. മാലാഖമാർ കണ്ടാൽ എരിഞ്ഞു പോകുന്നവനെ അപ്പവും വീഞ്ഞുമായി നാം മേശമേൽ അവനെ. ഇതൊക്കെ നമ്മെ പാടി പാടി ഓർപ്പിച്ചതാണ്. അതുപോലെ തിരുമേനി ആരാധനയിൽ ഉപയോഗിക്കുന്ന മറ്റൊരു പാട്ടാണ് മിന്നലുടുത്തോർ. മിന്നലിനെ വസ്ത്രമാക്കിയ മനുഷ്യരെ. മിന്നലുടുത്തോർ ആരെ കണ്ടാൽ ഭ്രമിച്ചിടുമോ, മണ്ണിനടുത്തോർ ഭുജിക്കുമ്പോൾ മുഖം ശോഭിക്കും. അതായത് മിന്നലിനെ വസ്ത്രമാക്കിയവർ കണ്ടാൽ ഭ്രമിക്കുന്നവനെ നമ്മൾ ഭക്ഷിക്കുകയാണ്. അവനെ ഭക്ഷിക്കുമ്പോൾ മുഖം ശോഭിക്കും. അങ്ങനെ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ആരാധന, ഇതിനെക്കുറിച്ച് തിരുമേനി വളരെയധികം അഭിമാനിച്ചിരുന്ന ഒരാളാണ്. പലപ്പോഴും ഈ വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും വാഴ്ത്തുമ്പോൾ അതിനെ ശുദ്ധീകരിക്കണോ ഇതിനെ ശുദ്ധീകരിക്കണോ എന്ന് സംശയമുണ്ട്. ചിലർ ഇതിനെയും കൂടെ ശുദ്ധീകരിക്കും. ഒന്നാമത്തേത് അതിനെയും രണ്ടാമത്തേത് ഇതിനെയും. എന്നാൽ ഇതിലേതാണ് ശരി, ഏതാണ് പറയേണ്ടത്? അദ്ദേഹം എപ്പോഴും പറയും അതിനെ ശുദ്ധീകരിക്കട്ടെ. അതിനൊക്കെ കൃത്യമായ ഒരു ധാരണയുണ്ട്. ചില സമയത്ത് ഗായക സംഘാംഗങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയും നിങ്ങൾ ഉണർത്തിയിടുകയാണോ ഉയർത്തിയിടുകയാണോ. ഇത് വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ കൃത്യമായ സഭ. ചിലർക്ക് ദൈവത്തെ അങ്ങ് പരിശുദ്ധനാണെന്ന് പറയും. തിരുമേനി പറയും അങ്ങനെയല്ല, നീ പരിശുദ്ധനാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു എന്താ പറയുക, ഒരു സൗഭാഗ്യകരമായ ശാഠ്യം തിരുമേനി പലപ്പോഴും പുലർത്തിയിരുന്നു. തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം പൈതൃകം എന്നത് പഴന്തുണിയല്ല, തോന്നുമ്പോൾ എടുത്തു കളയാനുള്ളതല്ല സഭയുടെ ആരാധനാ പാരമ്പര്യം. എൻ്റെ വിചാരം ഈ പാരമ്പര്യങ്ങളെ ഇങ്ങനെ നെഞ്ചോട് സൂക്ഷിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ 90ാമത്തെ പിറന്നാളിന് വിശുദ്ധ കുർബാന ശുശ്രൂഷ അനുഷ്ഠിക്കുമ്പോൾ 60 വർഷമായി ഉപയോഗിക്കുന്ന വിരിക്കൂട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചത്. തീത്തൂസ് ദ്വിതീയൻ തിരുമേനിയുടെ സ്ലീവ, യൂഹാനോൻ മാർത്തോമ ഉപയോഗിച്ചിരുന്ന ശോശപ്പ. സഭയുടെ പാരമ്പര്യം, സഭയുടെ വിശ്വാസ പൈതൃകം എന്നത് പഴന്തുണി പോലെ എടുത്ത് കളയാവുന്നതല്ല. തിരുമേനിക്കത് ജീവനാണ്. പ്രാണൻ കൊടുത്തും സഭയുടെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്നതിൽ ബദ്ധശ്രദ്ധനായിരുന്നു ജോസഫ് മാർത്തോമ. അദ്ദേഹത്തിന് ഇതിൽ മാത്രമല്ല, വിശ്വാസ സംബന്ധമായ തൃത്വത്തെക്കുറിച്ചൊക്കെ എത്ര ഈ സായന്തന ധ്യാനങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ തിരുമേനി വളരെ ക്ഷീണിതനായിരിക്കുമ്പോൾ തൃത്വ ഞായറാഴ്ച ചെയ്ത അതിഗംഭീരമായൊരു പ്രസംഗമുണ്ട്. വളരെ കൃത്യമാണ്. പലരും പരിശുദ്ധാത്മാവിനെ യേശുവിൻ്റെ ആത്മാവെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, തൃത്വത്തിൽ ഒരുവനാണ്, അയക്കപ്പെട്ടവനാണ്. അപ്പോൾ അങ്ങനെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഏതുറക്കത്തിൽ ചോദിച്ചാലും ഫിംഗർ ടിപ്പിലുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ. കലവറസ്ഥാനത്തിരിക്കുന്ന മെത്രാപ്പൊലിത്ത എന്ന നിലയിൽ, സഭയുടെ വിശ്വാസത്തിൻ്റെ കാവൽക്കാരൻ എന്ന നിലയിൽ, സ്വന്തം സഭ എന്ത് വിശ്വസിക്കുന്നു എന്ത് വിശ്വസിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. തിരുമേനിയെക്കുറിച്ച് ചിലരെങ്കിലും കരുതുന്നൊരു കാര്യം, തിരുമേനി അങ്ങനെ വായിക്കുന്ന സ്വഭാവമില്ല എന്നുള്ള. ഏതാണ്ട് അതൊരു സത്യമാണ്. അങ്ങനൊന്നും വായിക്കത്തില്ല. പക്ഷെ ഒരു ഗുണമുണ്ട്, പള്ളിക്കൂടത്തിൽ പോയപ്പോൾ പഠിച്ച ആളാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. തിരുമേനി എന്തെങ്കിലും വായിച്ച് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അവരെ ഒന്ന് പരിചയപ്പെടണമെന്ന് താല്പര്യമുണ്ട്. അങ്ങനൊന്നും വായിക്കുന്ന ആളല്ല. പക്ഷേ പള്ളിക്കൂടത്തിൽ പോയപ്പോൾ പഠിച്ച ആളാണ്. ഞാനിത് പറയാൻ കാരണം, ഈ പുതിയ നിയമ മേഖലയിൽ സൊസൈറ്റി ഫോർ ന്യൂ ടെസ്റ്റമെൻറ്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന ലോകത്തിൽ ന്യൂ ടെസ്റ്റമെൻറ്റ് റിസർച്ചേഴ്സിൻ്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമുണ്ട്. ഞാനതിൻ്റെ മെമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏഷ്യ പസഫിക് യോഗം കോട്ടയത്ത് വെച്ച് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടത്തി. അപ്പോൾ ഞാൻ തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി ന്യൂ ടെസ്റ്റമെൻറ്റ് സ്കോളേഴ്സിൻ്റെ റിസർച്ചേഴ്സിൻ്റെ മീറ്റിംഗ് ആണ്, തിരുമേനി വന്നൊന്ന് ഉദ്ഘാടനം ചെയ്യണം. ഞാനങ്ങനെ പറഞ്ഞെങ്കിലും എന്തായിരിക്കും തിരുമേനി പറയുക എന്നതിനെക്കുറിച്ച് എനിക്കൊരു ഒരു 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 കൗതുകവും ഒരല്പം ആശങ്കയൊക്കെ ഉണ്ട്. പതിവ് പോലെ കയ്യിൽ ഒരു കടലാസും ഇല്ല.
അമേരിക്കൻ പ്രസിഡന്റ് വന്നാലും നോട്ട് വെച്ച് പ്രസംഗിക്കുന്ന പരിപാടിയില്ല. അവിടെ ഇരുന്ന് പ്രസംഗിക്കുകയാണ്, ഒരു മൈക്ക് അങ്ങോട്ട് എടുത്തിട്ട് പുതിയ നിയമത്തിലെ അതിൻ്റെ ഇൻ്റർപ്രട്ടേഷൻ്റെ ഹിസ്റ്ററി പറയുക. അച്ഛന്മാരൊക്കെ സെമിനാരി പഠിച്ച പോലെ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം, റിഡാക്ഷൻ ക്രിറ്റിസിസം, സോഴ്സ് ക്രിറ്റിസിസം തുടങ്ങി ലിബറേഷൻ തിയോളജി വരെ അവിടെ വരെ പഠിച്ചു കഴിഞ്ഞപ്പോൾ തിരുമേനി അവിടെ സെമിനാരിൽ നിന്ന് പോരുന്നു. പക്ഷേ അതുവരെയുള്ള കാര്യം അപ്പോൾ എന്നോട് അവിടെ പങ്കെടുത്ത സ്കോളേഴ്സ് പറഞ്ഞു, ഇങ്ങനെ ഒരു നോട്ടില്ലാതെ എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? അപ്പം ഞാൻ അവരോട് പറഞ്ഞു, പള്ളിക്കൂടത്തിൽ പോകുമ്പോൾ പഠിച്ചതിൻ്റെ ഗുണമാണിത്. അല്ലാതെ ആരാധനയെക്കുറിച്ചും കൂദാശകളെക്കുറിച്ചും മാത്രമല്ല, പഠിച്ച സമയത്ത്, സെമിനാരി പഠിച്ച സമയത്ത് കപ്പലണ്ടി തിന്നും പുട്ടടിച്ച് നടന്നില്ല, നന്നായി പഠിച്ചു. അതുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ നല്ല തിട്ടമുണ്ട്, ഒരു കുറിപ്പുമില്ലാതെ. ഇപ്പം തേണ്ട ഞാൻ ഇത് വെച്ചല്ലേ പറയുന്നത്, 90-ാമത്തെ വയസ്സിൽ ഒരു കുറിപ്പും വേണ്ട. അതാണ് പള്ളിക്കൂടത്തിൽ നന്നായി പഠിച്ചാലുള്ള ഗുണം. ഇങ്ങനെ തിരുമേനി എന്ന ഒരർത്ഥത്തിൽ ഒരു വലിയ പാരമ്പര്യവാദിയാണ്. കാരണം പാരമ്പര്യങ്ങളെ വളരെ കൃത്യമായി മുറുകെ പിടിക്കും, അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. സ്ത്രീകളുടെ പൗരോഹിത്യത്തെ സംബന്ധിച്ച ചർച്ചകളിലൊക്കെ തിരുമേനിക്ക് തിരുമേനിയുടേതായ നിലപാടുണ്ട്, അതിലൊരു വ്യക്തതയുണ്ട്. നമുക്ക് യോജിക്കാം, വിയോജിക്കാം. പക്ഷേ തിരുമേനിയുടെ അഭിപ്രായങ്ങളിൽ എപ്പോഴും പാരമ്പര്യവും പ്രായോഗികതയും കലർന്ന ഒരു സമീപനമാണ് ഇത്തരം സെൻസിറ്റീവായ വിഷയങ്ങളിൽ തിരുമേനി സ്വീകരിക്കാറുള്ളത്. ഇത് സ്ത്രീ പൗരോഹിത്യത്തെക്കുറിച്ച് മാത്രമല്ല, തിരുമേനിയുടെ ഒരു എന്താ പറയുക, വളരെ കൺവെൻഷണലായ ഒരു നിലപാട്. മാത്രവുമല്ല, എപ്പിസ്കോപ്പൽ റിട്ടയർമെൻറ്റിനെ സംബന്ധിച്ചും തിരുമേനിയുടെ ഏതാണ്ട് ജീവിതത്തിൻ്റെ സായാഹ്ന സമയങ്ങളിൽ മണ്ഡലത്തിൽ നിരന്തരമായി പ്രമേയം വരും. വേണമെങ്കിൽ തിരുമേനിക്ക് ഒരു 75 വയസ്സ് എന്ന പ്രമേയം തിരുമേനി വിചാരിച്ചിരുന്നെങ്കിൽ അത് പാസ്സാക്കാമായിരുന്നു. പക്ഷേ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം സുറിയാനി സഭയിൽ, മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ ബിഷപ്പുമാർ റിട്ടയർ ചെയ്യരുത് എന്ന് വിശ്വസിച്ചു. അത് താൻ മാത്രമല്ല, തനിക്ക് ശേഷം വരുന്ന പിൻഗാമികളും റിട്ടയർ ചെയ്യരുത്. അല്ലെങ്കിൽ കയ്യടി നേടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമായിരുന്നു. വേണമെങ്കിൽ പിൻഗാമികൾക്കിട്ടൊരു പണിയും കൊടുക്കാമായിരുന്നു. ചെയ്തില്ല. കാരണം തിരുമേനി സഭയുടെ പൈതൃകം വിട്ടൊരു കളിയില്ല. ഞാൻ മാത്രമല്ല റിട്ടയർ ചെയ്യേണ്ടാത്തത്, എൻ്റെ പിൻഗാമികളും റിട്ടയർ ചെയ്യേണ്ടതില്ല എന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിച്ചിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് എളുപ്പത്തിൽ തന്നെ ആ പ്രമേയം പാസ്സാക്കാമായിരുന്നു. ഞാൻ എന്താ പറയാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ, തിരുമേനിയുടെ നിലപാടുകൾ സഭയുടെ പൈതൃകത്തെ, പാരമ്പര്യത്തെ നമുക്കതിനോട് യോജിക്കാം, വിയോജിക്കാം. പക്ഷെ ഞാൻ പങ്കുവെച്ചത് തിരുമേനിയുടെ നിലപാട്. എന്നാൽ ഇത്രയും പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന തിരുമേനി ട്രാൻസ്ജെൻഡറിൻ്റെ കാര്യം വന്നപ്പോൾ തിരുമേനി ഇത് നമുക്കങ്ങോട്ട് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഇത്രയധികം പാരമ്പര്യവും പൈതൃകവും ഒക്കെ ഇങ്ങനെ മുറുകെ പിടിക്കുന്ന തിരുമേനി ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ മാരാമണ്ണ് പ്രസംഗിപ്പിക്കുന്നു. അതിനുവേണ്ടി ഒരു പ്രത്യേക വിഭാഗം ഉണ്ടാക്കുന്നു. ഒരച്ഛനെ അതിനുവേണ്ടി നിയോഗിക്കുന്നു. കോവിഡ് കാലത്ത് വിശുദ്ധ കുർബാന ശുശ്രൂഷ ഓൺലൈനിൽ കൂടെ നടത്താൻ പാരമ്പര്യം വിട്ടുകളിക്കാത്ത ആളാണ്. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പുരോഗമനപരമായ കാഴ്ചപ്പാടും തിരുമേനിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരേ സമയത്ത് പാരമ്പര്യവും പുരോഗമനപരതയും അതിൻ്റെ ഒരു സമ്യക്കായ ഒരു നിലപാട് സ്വീകരിക്കാൻ തിരുമേനി എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അതിനോട് യോജിക്കുന്നവരുണ്ടാവാം, വിയോജിക്കുന്നവരുണ്ടാവാം. എന്നാൽ ഇങ്ങനെയായിരുന്നു തിരുമേനിയുടെ പല നിലപാടുകളും. തിരുമേനി ഒരു ബോൺ ലീഡറാണ്. നമ്മൾ ഈ തമിഴ്നാട്ടിൽ പണ്ടൊരു പാട്ടുണ്ട്, തമിഴിലെ പാട്ടാണെന്ന് അറിഞ്ഞൂടെ, ജയിക്കാനായി ജനിച്ചവൻ എന്ന് പണ്ടൊരു പാട്ടുണ്ട്. നേതാവാകാൻ കാരണം ഇത് ഏതെങ്കിലും ഒരു സ്കൂളിൽ പഠിച്ചിട്ടല്ല, ലീഡർഷിപ്പ് സ്കില്ല് പഠിച്ച ആളല്ല. ഒരു നേതൃശേഷി എന്ന് പറയുന്നത് ജന്മസിദ്ധമായി ലഭിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ സിറിയക് തോമസ് സാർ ജോസഫ് മാർത്തോമായെ വിളിക്കുന്നത് മലങ്കര മാർത്തോമാ സഭയുടെ സർദാർ പട്ടേൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ അസാധ്യ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ നെഹ്റു ഏൽപ്പിച്ചിരുന്നത് സർദാർ പട്ടേലിനെയാണ്.
ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പലപ്പോഴും പല യൂണിയനുകളും ഇന്ത്യ യൂണിയനിൽ ലയിക്കാൻ പ്രയാസം കാണിക്കുമ്പോൾ അവരോടൊക്കെ നെഗോഷിയേറ്റ് ചെയ്യാൻ, അവരോടൊക്കെ സംസാരിച്ച് സമ്മതിപ്പിച്ച് അവരുടെ ടേംസ് മനസ്സിലാക്കി കൺസെൻഷ്വലായി ഉഭയസമ്മത പ്രകാരം അവരെയൊക്കെ കാരണം അസാധ്യമായ, സാധാരണ ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്ത ദുർഘടമായ വെല്ലുവിളികളെ തൻ്റെ സവിശേഷമായ, തൻ്റെ ദൈവീകമായ നേതൃനൈപുണ്യം കൊണ്ട്, അതുകൊണ്ടാണ് സിറിയക് തോമസ് സാർ അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണ കുറിപ്പിൽ ജോസഫ് മാർത്തോമായി വിളിച്ചത് മലങ്കര മാർത്തോമാ സുബിരിയാനി സഭയുടെ സർദാർ പട്ടേൽ. സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് എത്രയെത്ര സ്ഥാപനങ്ങൾ, ആയൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെതായാലും പുലാത്തിൻ്റെ ഇതായാലും സഭാ കോംപ്ലക്സ് ആയാലും. എന്നാൽ ഈ ഒരു വലിയ ജന്മസിദ്ധമായ നേതൃനൈപുണ്യത്തിൻ്റെ ഒരു മെത്രാപ്പൊലീത്ത, ഒരു എപ്പിസ്കോപ്പ, ഒരു വൈദികൻ എന്ന് പറയുമ്പോൾ കേവലം ആത്മീയ പിതാവ് മാത്രമല്ല, ഒരു ഭരണകർത്താവും കൂടെയാണ്. അതുകൊണ്ട് ഭരണശേഷി, നേതൃശേഷി വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു നേതാവ് എന്ന നിലയിൽ, ഒരു ലീഡർ എന്ന നിലയിൽ തിരുമേനിയെ സ്മരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത് തിരുമേനിയുടെ ഒരു ശരീരഭാഷയാണ്. ഒരു ഇംപോസിങ് ബോഡി ലാംഗ്വേജ്. എപ്പോഴും കൈ പിറകിൽ കെട്ടി, നെഞ്ച് നിവർത്തി, തല ഉയർത്തി, നടു നിവർത്തി നടക്കുന്ന ഒരു നേതാവെന്ന് പറഞ്ഞാൽ അതൊന്നും അത്ര എളുപ്പത്തിൽ കണ്ടുകിട്ടാൻ. കാരണം നേതാവാകാൻ ജനിച്ചയാളാണ്. ഇതേതെങ്കിലും സെമിനാരിൽ പോയി പഠിക്കും നേതാവാകാൻ നെഞ്ചു വിരിക്കണം? അല്ല, ഒരു ബോൺ ലീഡറാണ്. തിരുമേനിയുടെ ശരീരഭാഷ. ഒരു നേതാവിന് ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ ഹൗ ഹി ക്യാരീസ് ഹിംസെൽഫ്. അമേരിക്കയിലൊക്കെ ഒരു പ്രസിഡന്റ് വരുമ്പോൾ അവർക്ക് പ്രത്യേകമായ ബോഡി ലാംഗ്വേജ് ട്രെയിനേഴ്സ് ഉണ്ട്. പക്ഷെ എത്ര പഠിപ്പിച്ചാലും പഠിക്കാത്ത ആളാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. അത് നമുക്കങ്ങ് വിടാം. ചിലരെ പഠിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നാൽ നമ്മൾ ഇതിനു മുൻപുള്ള ഒരു ക്ലാസ് ഉള്ള, എലഗൻസ് ഉള്ള അമേരിക്കൻ പ്രസിഡന്റ് അവരെയൊക്കെ പഠിപ്പിക്കും. എങ്ങനെയാണ് കുറേ നേതാക്കന്മാരിയ്ക്കുമ്പോൾ ഹൗ ടു ക്യാരി യുവർ സെൽഫ്. ജോസഫ് മാർത്തോമ ഒരു എക്യുമിനിക്കൽ വേദിയിൽ ഇരുന്നാൽ ഏതൊരു മാർത്തോമാക്കാരനും തോന്നും ഈ മുഴുവൻ ബിഷപ്പുമാരുടെയും ബിഷപ്പ് അദ്ദേഹമാണ്. കാരണം ഒരു നാച്ചുറലി പുള്ളി ലീഡറായി തിരുമേനി എമർജ് ചെയ്യും. അപാരമായ തലയെടുപ്പാണ്. മാരാമണ്ണൊക്കെ ആ വടിയൊക്കെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുന്ന കണ്ടാൽ, ഞാൻ ആലങ്കാരികമായി പറയുന്നതാണ്, അതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നിങ്ങൾ ക്ഷമിക്കണം, ഒരു ഗജരാജ പ്രൗഢി എന്ന് പറയും. എല്ലാം ആനയാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഗുരുവായൂർ കേശവൻ നിന്നാൽ അതിനാണ് ഗജരാജ പ്രൗഢി എന്ന് പറയും. ഇതൊന്നും അത്ര ചെറിയ കാര്യമല്ല. തലയെടുപ്പുള്ള ഒരു ഗജരാജ പ്രൗഢിയുള്ള ഒരപ്പൻ്റെ മക്കൾ എത്രത്തോളം അവരുടെ അപ്പനെക്കുറിച്ച് അഭിമാനിക്കും. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ സൂര്യ തേജസ്സാണ് ഗജരാജ പ്രൗഢി. നോട്ടത്തിലും നടത്തത്തിലും സംസാരത്തിലും മുൻകോപത്തിലും എല്ലാം ആരെയും കീഴ്പ്പെടുത്തുന്ന ആജ്ഞാശക്തിയും ഇച്ഛാശക്തിയുമുണ്ട്. ഒരു നേതാവിനുണ്ടാവേണ്ട മറ്റൊരു ചിന്തയെന്ന് പറയുന്നത് കോമൺ സെൻസ് ആണ്, പ്രായോഗിക ബുദ്ധി. ഇത് തിരുമേനിക്ക് ധാരാളം ദൈവം കൊടുത്തിട്ടുണ്ട്. കുറേ ഉദാഹരണങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിലും ഒന്ന് രണ്ടെണ്ണം മാത്രം പറയാം. സമയമുണ്ട്. ഒരു സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ശബരിമലയിൽ സ്ത്രീ പ്രവേശത്തിന് അനുകൂലമായ ഒരു സുപ്രീം കോടതി വിധി വന്നു. ആ പ്രാവശ്യത്തെ മാരാമണ്ണിൽ ധാരാളം ആശങ്കകളുണ്ടായിരുന്നു. കുറച്ച് ആളുകൾ മാരാമണ്ണ് കൂടിയിട്ട് ഈ പ്രാവശ്യം കയറിയേ അടങ്ങൂ, വേറൊരു കൂട്ടര് കയറ്റരുത്. ഇതിലെന്ത് ചെയ്താലും പ്രശ്നമായേനെ. സത്യം പറഞ്ഞാൽ അമ്മ തല്ലുകൊള്ളും, കള്ളം പറഞ്ഞാൽ അപ്പം പട്ടിയിറച്ചി തിന്നുമെന്ന് പറഞ്ഞതുപോലെ ഒരു വല്ലാത്ത സന്നിഗ്ധാവസ്ഥയാണ്. ഇതിലേത് തീരുമാനമാണ് എടുക്കേണ്ടത്?
മാരാമൺ തുടങ്ങുന്നതുവരെയും എല്ലാവരുടെയും മനസ്സിൽ എന്തായിരിക്കും തീരുമാനം? കയറ്റണമെന്നാണോ കയറ്റണ്ടെന്നാണോ? കാരണം കേരളത്തിൽ മുഴുവൻ ആ ഒരു സുപ്രീം കോടതി വിധിയുടെ ഒരു തരംഗം ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടൊരു തീരുമാനം. രാത്രി യോഗം മുടക്കി. എന്നിട്ട് ഒരു 5 മണിക്ക് 5:30 ഒരു യോഗം വെച്ചു. 6:30 യോഗം തീരും. ഇപ്പം 6:30 കഴിഞ്ഞ് സ്ത്രീകൾ കയറിയാലും ആർക്കും കുഴപ്പമില്ല. എന്നാൽ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു കാര്യവുമില്ലാത്ത ചില സംഘർഷങ്ങളും വാദപ്രതിവാദങ്ങളും വിവാദങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഇതിനാണ് ഈ ഒരു ലീഡറിന് വേണ്ടത് കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പ്രായോഗിക ബുദ്ധി. അതെത്ര രസമായിട്ടാണ് ആ പ്രശ്നം തിരുമേനി പരിഹരിച്ചത്. ആ വർഷമാണോ പിറ്റേ വർഷമാണോ എന്നറിയില്ല, ഒരു ലേഡി ആർച്ച് ബിഷപ്പ് വന്നു, കെ ഗോൾസ്വർത്തി. അപ്പോൾ തിരുമേനി മാരാമണ്ണോ അല്ലെങ്കിൽ കോഴഞ്ചേരിയിലോ ആണ് വിശുദ്ധ കുർബാന ശുശ്രൂഷ അനുഷ്ഠിക്കാൻ സാധ്യത. പ്രോട്ടോകോൾ അനുസരിച്ച് താഴെ നിർത്താൻ പറ്റത്തില്ല, ആർച്ച് ബിഷപ്പാണ്, നമ്മുടെ മെത്രാപ്പോലിത്ത എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ നിങ്ങൾ കയറ്റുമോ? അങ്ങനെ തിരുമേനി കയറ്റിയാൽ നിങ്ങൾ തിരുമേനിയെ വാണത്തെ കയറ്റത്തില്ലേ? അപ്പോൾ കയറ്റണോ കയറ്റാതിരിക്കണോ? എക്യുമെനിക്കൽ ബന്ധം വെച്ചിട്ട് ഈ ബിഷപ്പിൻ്റെ റാങ്ക് അനുസരിച്ച് പ്രോട്ടോകോൾ അനുസരിച്ച് കയറ്റണോ കയറ്റാതിരിക്കണോ പ്രശ്നമാണ്. തിരുമേനി എന്ത് ചെയ്തു? ബിഷപ്പിനോട് പറഞ്ഞു, നമുക്ക് പന്തലിലെ ആരാധനയ്ക്ക് പങ്കെടുക്കാമെന്ന് പറഞ്ഞു. ആ പ്രാവശ്യം മാരാമണ്ണോ ചെറയറമ്പിലോ കോഴഞ്ചേരിയിലോ കുർബാന എടുത്തില്ല. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല പ്രശ്നം. ഒരു സഭയിൽ ഒരു ഇടവകയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുമ്പോൾ രണ്ടു കൂട്ടരുടെയും സെന്റിമെന്റ്സിനെ ബഹുമാനിച്ചുകൊണ്ട് ഒരു പ്രായോഗികമായ ഒരു തീരുമാനം ഇത് ഒരു നേതാവ് സ്വീകരിക്കേണ്ട കാര്യമാണ്. എന്നോടൊരു അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ പള്ളിക്ക് ഒരു എക്സ്റ്റൻഷൻ വേണം. അപ്പോൾ അവരൊരു എൻജിനീയറൊക്കെ വിളിച്ചു. അവരെ പറഞ്ഞു, ഇത്ര സ്ഥലം കൂടെ വേണം, അതിനോട് ചേർന്ന് സഭയുടെ മറ്റൊരു പ്രോപ്പർട്ടി ഉണ്ട്, അത്രയും സ്ഥലം കൂടെ കിട്ടിയാൽ പള്ളിക്ക് 200 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു പള്ളി എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ എൻജിനീയറുടെ പ്രപ്പോസലും എല്ലാം എടുത്തുകൊണ്ട് തിരുമേനി എടുക്കൽ, ആ അച്ഛൻ്റെ പേര് പറയുന്നില്ല, അച്ഛൻ മെത്രാപ്പൊലിത്തായി പോയി കണ്ടു, ജോസഫ് മാർത്തോമ. അപ്പോൾ എന്നാ അച്ഛാ, അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇച്ചിരിയുടെ സ്ഥലം സഭ അതിൻ്റെ കൂടെ കിട്ടിയാൽ പള്ളി എക്സ്റ്റെൻഡ് ചെയ്യാം, പള്ളിക്കകത്ത് സ്ഥലമില്ല. എത്ര സീറ്റ് വേണം? ഒരു 200 സീറ്റ്. പള്ളിയുടെ നീളം എത്ര വെച്ചാൽ? അപ്പോൾ ഈ എഞ്ചിനീയറുടെ റിപ്പോർട്ടൊന്നും നോക്കുന്നൊന്നുമില്ല. പള്ളിയുടെ നീളം എത്ര വെച്ചാൽ, പള്ളിയുടെ വീതി എത്ര വെച്ചാൽ, ഓക്കെ. ഇങ്ങനെ നമ്മൾ ചില ആശാരിമാർ താഴെ നിന്നുകൊണ്ട് മേളിൽ കണക്ക് കൂട്ടുന്നത് ഇങ്ങനെയാണ് കൂട്ടി. എത്ര സ്ഥലം വേണമെന്നാണ് എഞ്ചിനീയർ പറഞ്ഞേ? അത് ഇത്ര, അതിൻ്റെ പകുതി പോലും വേണ്ടല്ലോ ചോ. പള്ളിയുടെ നീളവും വീതിയും കൂടെ നോക്കുമ്പോൾ അത്രയും സ്ഥലം അന്നേരപ്പം തന്നെ ഇരുത്തി കൽപ്പന കൊടുത്തു. അവിടെ ചെന്നപ്പോൾ അത്രയും സമ്മതി. ഇതാണ് പെരുന്തച്ചൻ. പള്ളിക്കൂടത്തിൽ പോകുമ്പോൾ പഠിച്ചാലുള്ള ഗുണം ഇതാണ്. പ്രായോഗിക ബുദ്ധി അത്ഭുതകരമാണ്, അത്ഭുതകരമാണ് ഈ പ്രായോഗിക ബുദ്ധി. അതുപോലെയാണ് ഒരു നേതാവ് എന്ന നിലയിൽ തിരുമേനിയുടെ ധീരത. തിരുമേനിയെ ആർക്കും പേടിപ്പിക്കാനൊക്കത്തില്ല. നിങ്ങൾക്ക് ഭയപ്പെടുത്തി ജോസഫ് മാർത്തോമായിൽ നിന്ന് ഒരു കാര്യം സാധിക്കാൻ പറ്റില്ല. നിങ്ങൾ മാസികയിലോ വാട്സാപ്പിലോ വെണ്ടയ്ക്ക പരുവത്തിൽ അപവാദം എഴുതിയാൽ പേടിക്കുന്നയാളല്ല. ഒരു വാട്സാപ്പ് യൂണിവേഴ്സിറ്റിക്കാരെയും നിങ്ങൾ എന്തെല്ലാം അപവാദം ലേഡീസ് ഫിംഗർ വലിപ്പത്തിൽ എഴുതിയാലും പേടിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് തിരുമേനിയുടെ മനസ്സ് മാറണമെങ്കിൽ നിങ്ങൾ സങ്കടം പറഞ്ഞാൽ, കരഞ്ഞു പറഞ്ഞാൽ മനസ്സ് മാറും. ഭയപ്പെടുത്താനാവില്ല. ലോകത്തിൽ തിരുമേനിക്ക് മരണത്തെ പോലും പേടിയില്ലാത്തയാണ്. ഞാനതിനെക്കുറിച്ച് പിന്നാലെ പറയുന്നുണ്ട്. ദൈവത്തെ യഥാർത്ഥത്തിൽ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ വലിയ ധീരതയാണ്. ഈ ധീരത എന്ന് പറയുന്നത് മെത്രാനായപ്പോൾ കിട്ടിയ ധീരതയല്ല, ഇതൊരു ആർജിത ഒഡാസിറ്റിയാണ്.
അതുകൊണ്ടാണ് ചെറിയ പ്രായത്തിൽ ഒരാൾ വെള്ളത്തിൽ പോയപ്പോൾ ഈ മാരാമള്ളെ ചിലർക്കുണ്ട് അച്ഛനായി കഴിയുമ്പോൾ ധൈര്യം വരും, ചിലർക്ക് തിരുമേനിയായി കഴിയുമ്പോൾ. ഇത് അങ്ങനല്ല, ഇത് ജന്മസിദ്ധ, ഇത് ഈ ചോരയിലുള്ളതാണ്. ലൂക്കച്ചാനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഈ ചോരയ്ക്കകത്ത് എന്തുണ്ട്? വെള്ളത്തിൽ ഒരു കൊച്ചു അന്ന് വെള്ളത്തിൽ ചാടി. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു പൊസിഷനോ ഏതെങ്കിലും ഒരു അധികാരത്തിൻ്റെ പിന്തുണയിലുള്ള ധൈര്യമല്ല, ഇതൊരു ആർജിത ധൈര്യമാണ്. ചിലർക്ക് കസേര കിട്ടുമ്പോഴാണ് ധൈര്യം വരുന്നത്. ഒരു കസേരയുടെയും ആവശ്യമില്ല, കാരണം ഇത് ദൈവമായി നൽകിയിട്ടുള്ളതാണ്. മെത്രാൻ എലക്ഷൻ വളരെ തിരുമേനി എപ്പിസ്കോപ്പായി തിരഞ്ഞെടുക്കപ്പെടുന്ന ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സമയത്ത് കുണ്ടറപ്പള്ളിയുടെ അന്ന് കുണ്ടറപ്പള്ളിയിൽ അദ്ദേഹം പാറ്റൂരി ഇരിക്കുമ്പോഴാണ് വികാരി ബിഷപ്പ് ആകുന്നതെങ്കിലും ഞാൻ കുണ്ടറ ശാലയം പള്ളിയിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അപ്പം തിരുമേനിയുടെ ഈ വീരസാഹസ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ സാധാരണ മെത്രാൻ കാൻഡിഡേറ്റ് ആകാൻ സാധ്യതയുള്ള ആൾ, അല്ലെ പിന്നെ എന്നെ പോലെ തോറ്റ ആളായിരിക്കണം. അല്ലാത്ത ആളുകളൊന്നും ഒരു തരത്തിലും ഒരു പ്രശ്നത്തിലും ചെന്ന് ഇടപെടത്തില്ല. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞാൽ നടക്കും. എന്നാൽ താൻ ശുശ്രൂഷ ചെയ്യുന്ന ഇടവകയ്ക്ക് പള്ളിയുടെ മുറ്റത്തൂടെയാണ് നാട്ടുകാർ നടക്കുന്നത്. അത് കുറേ വർഷങ്ങളായി നടക്കുന്നതുകൊണ്ട് ഏതാണ്ട് ഒരു പൊതുവഴിയായി. ആളുകൾ അവിടെ ഒരു കുളമൊക്കെ ഉണ്ട്, കുളിച്ചിട്ട് പോകുന്നതല്ല ഇതിൻ്റെ വാതുക്ക കൂടെ. ഒരു ദിവസം വെള്ളിയാഴ്ച വൈകിട്ട് അതങ്ങ് അടച്ചു, കാരണം കോടതി ഈ കാര്യങ്ങളെല്ലാം. പിന്നെ കേസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പരിഹരിച്ചു. ഏതെങ്കിലും ഒരു മെത്രാൻ കാൻഡിഡേറ്റ് ഇങ്ങനെ ചെയ്യുമോ? അതാ ഞാൻ പറഞ്ഞത്, തിരുമേനിയുടെ ധൈര്യം അധികാരത്തിൻ്റെ പിൻബലത്തിൽ കിട്ടിയ ധൈര്യമല്ല, അത് ഒരു എന്താ പറയുക, അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ധൈര്യമാണ്. ഈ ധൈര്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, പ്രതിച്ഛായ ഭയം അദ്ദേഹത്തിനില്ല. ഒത്തിരി പേരും അവരെന്ത് പറയും, ഇത് ഇമേജിനെ കുറിച്ച് വല്ലാതെ കോൺഷ്യസ് ആവുകയാണ്. ഈ വല്ലാത്ത പ്രതിച്ഛായ ഭയമുള്ള ആളുകളെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. കാരണം അവരെപ്പോഴും സ്വന്തം ഇമേജിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഇടവകയ്ക്ക്, ഞാൻ നേതൃത്വം നൽകുന്ന സഭയ്ക്ക് എന്തെങ്കിലും നന്മയുണ്ടായാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ ഇമേജിനൊന്നും പറ്റില്ല. അപ്പോൾ പ്രതിച്ഛായ ഭയമില്ലാത്ത ഒരാൾ, ഇതെല്ലാം ഈ ഒരു നേതൃശേഷിയുടെ പ്രത്യേകതയാണ്. ഞാൻ പലയിടങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ സഭയിലെ അച്ഛനെ ഒരു കൊലക്കേസിൽ പ്രതിയായ സംഭവം, അത് അച്ഛൻ കൊല ചെയ്തതല്ല, പക്ഷേ സാഹചര്യത്തിൽ അച്ഛനും ആ സ്ഥലത്തുണ്ടായിപ്പോയി. ഈ അച്ഛനെ സംരക്ഷിക്കാൻ തിരുമേനി തൻ്റെ മുഴുവൻ സാധ്യതകളും കഴിവും പ്രയോജനപ്പെടുത്തി. തിരുമേനിയുടെ മുഴുവൻ രാഷ്ട്രീയ സ്വാധീനവും സഭയുടെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ വളർച്ചയ്ക്ക് തിരുമേനി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ ഫേസ്ബുക്കിൽ പടം വരാനല്ല തിരുമേനി ഒരു രാഷ്ട്രീയ നേതാവിനെയും കണ്ടിട്ടുള്ളത്. അതിന് ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്, എല്ലാം ഞാൻ പറയുന്നില്ല. ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ സഭയ്ക്ക് അത് പ്രയോജനപ്പെടണം. ഈ വിവരം പറഞ്ഞു, അച്ഛനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു ഘട്ടം വന്നു. അതിരാവിലെ തന്നെ ഡോക്ടർ PJ അലക്സാണ്ടറിനെ വിളിച്ചു, ക്ലിഫ് ഹൗസിൽ പോയി ആഭ്യന്തരമന്ത്രിയെ കണ്ടു. ഞാൻ പറയാൻ വന്നത്, തൻ്റെ സഭയിൽ ഒരാൾ ഇനിയും പ്രതിയെ സംരക്ഷിച്ചു, ആളുകൾ എന്തു പറയും, നാട്ടുകാരെന്ത് ചിന്തിക്കും, ഒന്നുമല്ല. ഒരു കാര്യം ബോധ്യപ്പെട്ടാൽ അതിനുവേണ്ടി സ്വന്തം പ്രതിച്ഛായയ്ക്ക് എന്തു കോട്ടം സംഭവിച്ചാലും അതിന് ധൈര്യം. ഇതാണ് ഒരു ബോൺ ലീഡറുടെ പ്രത്യേകത. മാത്രവുമല്ല, ഒരു നേതാവിൻ്റെ മറ്റൊരു പ്രത്യേകത, വാക്കിന് നെറി വേണം. ചെയ്യാം എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കണം. യേശു പറഞ്ഞു, നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്ന്. ഉവ്വ എന്നല്ല, ചെയ്യാം എന്ന് പറഞ്ഞാൽ തല പോയാലും ചെയ്തിരിക്കണം. അല്ലെങ്കിൽ വെറുതെ പറയരുത്, പാഴ്വാക്ക് പറയരുത്. ഒക്കത്തില്ലെങ്കിൽ ഒക്കത്തില്ലെന്ന് പറയും, ഒക്കുമെങ്കിൽ ഒക്കുമെന്ന് പറയും. നമ്മുടെ ലിവർ ട്രാൻസ്പ്ലാന്റ് ഇതൊക്കെ പബ്ലിക്കിലുള്ള കാര്യമായതുകൊണ്ട് ഞാനങ്ങ് പറയുന്നു. അല്ലെങ്കിൽ ഒരാൾക്ക് ചെയ്ത കാര്യങ്ങൾ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. അച്ഛൻ തന്നെ അച്ഛൻ്റെ പുസ്തകത്തിൽ എഴുതിയതായതുകൊണ്ട് ഞാൻ പറയുന്ന. ലിജു അച്ഛന് കരൾ മാറ്റി വെക്കേണ്ട ആവശ്യം വന്നു. ലക്ഷങ്ങൾ ചെലവ് വേണം. അച്ഛനോട് പറഞ്ഞ, അച്ഛാ ഞാനുണ്ട് കൂടെ. ഞാനുണ്ട് കൂടെ എന്ന് പറയുന്നത്
കരളുറപ്പുള്ളവൻ്റെ വാക്കാ. ഇതൊരു വെറും വാക്കല്ല. കരളുറപ്പുള്ള ഒരാൾ പറയുക ഞാനുണ്ട് അച്ഛാ കൂടെ, ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. ദൈവമുണ്ട് കൂടെ എന്ന് പറയാൻ പ്രത്യേകിച്ച് കാശ് മുടക്കൊന്നുമില്ല. ആരെങ്കിലും ഒരാളൊരാവശ്യം വരുന്നു, കുഴപ്പമില്ല കുഞ്ഞ് നീ സന്തോഷമായിരിക്കുക, കർത്താവ് കൂടെ ഉണ്ട്, അതിന് പ്രത്യേകിച്ച് മുടക്കൊന്നുമില്ല. പക്ഷെ ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ അത്ര എളുപ്പമല്ല. ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് ഒരു പുസ്തകമുണ്ട്, ചിദംബര സ്മരണം. ആ പുസ്തകത്തിൽ അദ്ദേഹത്തെ എറണാകുളം മഹാരാജാസ് കോളേജിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് ഫീസ് കൊടുക്കാത്തതുകൊണ്ട് പുറത്താക്കി. അദ്ദേഹം റോഡിൽ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു, എങ്ങോട്ട് പോകണമെന്നറിയില്ല. അപ്പോൾ ഒരു ചെറിയ വണ്ടി അവിടെ വന്ന് നിർത്തി. ഒരു രാഷ്ട്രീയ നേതാവാണ്, ജോസഫ് പുതുശ്ശേരി. നമ്മുടെ ജോസഫ് പുതുശ്ശേരിയല്ല, വേറെ ഒരു നേതാവ്. എന്താ ബാല ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജോസഫ് ഏട്ടൻ പറഞ്ഞു, ബാല ദൈവമുണ്ട് കൂടെ, ഞാനും. ദൈവമുണ്ട് കൂടെ, ഞാനും. ഭക്തി എന്ന് പറയുന്നത് ദൈവം കൂടെയുണ്ട് എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന പരിപാടിയല്ല. മാത്രവുമല്ല, പേരിനല്ല തിരുമേനി സഹായിക്കുന്നത്. ലിജോ അച്ഛൻ്റെ കുറിപ്പിൽ അച്ഛൻ പറയുന്നുണ്ട്, ഓപ്പറേഷനുള്ള പൈസ കൊടുത്താൽ ജോലി കഴിഞ്ഞു, ചെയ്തോന്ന് ചോദിച്ചാൽ ചെയ്തു. പക്ഷെ തിരുമേനി അങ്ങനെയല്ല, ഇനി അച്ഛന് മരണം വരെ മരുന്ന് കഴിക്കണം. അങ്ങനെയും കൂടെ ചിന്തിക്കുന്നതിൻ്റെ പേരാണ് ആർദ്രത എന്ന് പറയുന്നത്. അല്ലാതെ കടമ മാത്രം ചെയ്യുന്നതല്ല. അവിടെയാണ് നല്ല ശമരിയാക്കാരനെ കാണുന്നത്. എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി, ജോലി കഴിഞ്ഞു, ലിവർ ട്രാൻസ്പ്ലാന്റ് വേണം, 25 ലക്ഷം രൂപ കൊടുത്തു, ജോലി കഴിഞ്ഞു, ബൈ. അല്ല, എന്താണ് നല്ല ശമരിയാക്കാരൻ പറഞ്ഞത്? ഞാൻ തിരിച്ചു വരുമ്പോൾ ഇനി അധികം വല്ലതുമുണ്ടെങ്കിൽ അതാണ് ഒരു ഗുഡ് സമരിറ്റൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. അച്ഛൻ ഓപ്പറേഷനുള്ള പൈസ കൊടുത്തത് മാത്രമല്ല, അച്ഛന് ദൈവമായുസ്സും ആരോഗ്യവും കൊടുക്കുന്നിടത്തോളം കാലം 10-15,000 രൂപയുടെ മരുന്നൊരു മാസം വേണം. അതിനുള്ള പൈസയും ഡെപ്പോസിറ്റ് ബാങ്കിലിട്ടു. കൂടുണ്ട്, അച്ഛാ ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. ഒരു നേതാവിന് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊന്ന്, തിരുമേനി ക്ഷീണം അറിയാത്തയാളാണ്. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയും, വിശ്രമിച്ചാൽ ക്ഷീണിച്ചു പോകുന്ന ആളാണെന്ന് പലപ്പോഴും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു. റെസ്റ്റ് എടുത്താൽ ക്ഷീണിച്ചു. അങ്ങനത്തെ ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പലരും പറഞ്ഞ അനുസ്മരണങ്ങളിൽ ഏറ്റവും എനിക്ക് രസകരമായി തോന്നിയത്, റെസ്റ്റ് എടുത്താൽ ക്ഷീണിച്ചു. വിശ്രമം എന്നെന്ന് പറയുന്നത് തിരുമേനിക്ക് അറിയില്ല. റെസ്റ്റ് വേണ്ട. ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ പറയാം. ഈ അമേരിക്കയിലൊക്കെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വരുമ്പം നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട്, ജെറ്റ് ലാഗ് എന്ന് പറഞ്ഞാൽ അടുത്ത 24 മണിക്കൂറിനേക്ക് ശവമാണ്, ഒന്നിനും കൊള്ളൂല്ല എന്ന്. അതിന് ഇംഗ്ലീഷിൽ സായിപ്പ് പറയുന്ന പേരാണ് ജെറ്റ് ലാഗ്. 4 മണിക്ക് കൊച്ചി എയർപോർട്ടിൽ വന്നിറങ്ങും, 9 മണിക്ക് തിരുവല്ലായിൽ കുർബാനയും ചൊല്ലും. തിരുമേനിക്ക് നമ്മളൊരു കൊളോക്കിയലായി പറഞ്ഞു വന്ന തിരുമേനിക്ക് റെസ്റ്റ് എടുക്കുമ്പോഴാണ് തിരുമേനി ക്ഷീണിക്കുന്നത്. നമ്മുടെ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത ജോസഫ് മാർത്തോമായെക്കുറിച്ച് എഴുതിയ ഒരു അനുസ്മരണ കുറിപ്പിൽ ഇങ്ങനെ പറയുന്നുണ്ട്, തിരുമേനിയുടെ ഡിക്ഷണറിയിൽ അലസത എന്നൊരു വാക്കില്ല. നിരന്തരം യാത്ര ചെയ്ത് മരണം വരെ കർമ്മോത്സുകനായിരുന്നൊരു മനുഷ്യൻ. മലയാളത്തിൻ്റെ നമ്മുടെ സഭയുടെ അഭിമാനമായ സാഹിത്യകാരൻ എം തോമസ് മാത്യു സാറ് പറയാറുണ്ട്, ജീവിതവും ജീവിത അവസാനവും കൂടെ പൊരുത്തമുണ്ടാവുക അപൂർവം ആളുകൾക്ക് ലഭിക്കുന്ന ഭാഗ്യമാണ്. ആ വാചകം ഞാൻ ഒന്നുകൂടെ പറയാം. ജീവിതവും ജീവിത അവസാനവും തമ്മിൽ പൊരുത്തമുണ്ടാകുന്നത് അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ്. തിരുമേനിയുമായി അങ്ങനെ അധികം ഒരു വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ അധികം അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. എന്നാൽ ചില രസകരമായ ചില ഓർമ്മകളും കൂടെ പറയാം. അതും ഈ ഒരു നേതൃശേഷിയുടെ പ്രത്യേകതയാണ്. തിരുമേനിക്ക് നല്ല ദേഷ്യമുണ്ട്, മുൻകോപമുണ്ട് എന്നാണ് നമ്മൾ പൊതുവെ കരുതിയിട്ടുള്ളത്. അതിൽ ഇച്ചിരി കാര്യം ഉണ്ട് താനും. എന്നാൽ പലപ്പോഴും ഈ മുൻകോപം അല്ലെങ്കിൽ ഈ ദേഷ്യം വരുന്നത്
ഈ തിരുമേനിക്കിട്ട് പണി കൊടുക്കാൻ നിൽക്കുന്നവരെ, അല്ലെങ്കിൽ തിരുമേനിക്കിട്ട് പണി കൊടുക്കുന്നുവെന്ന് തിരുമേനി ചിന്തിക്കുന്നവരെ കാണുമ്പോഴാണ്. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ പല ഉദാഹരണങ്ങൾ എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. ഞാൻ കുണ്ടറശാലയം ഇടവകയിൽ നിന്ന് സ്ഥലം മാറിപ്പോയത് സേലത്താണ്, സേലം നെയ്വേലി. അപ്പോൾ തിരുമേനി അന്ന് അടൂർ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനാണ്. അടൂർ ഭദ്രാസനത്തിന് സത്യവാടി മിഷൻ ഫീൽഡുണ്ട്. സേലത്ത് അച്ഛനുള്ള സമയത്തും ഇല്ലായിരുന്നു അല്ലേ? അത് മാറ്റി. ഞാൻ നന്നായി ചെയ്തുകൊണ്ടായിരിക്കും ഇനി സേലത്തെ അച്ഛന് കൊടുക്കണ്ടെന്ന് അവരങ്ങ്. അപ്പോൾ തിരുമേനി എന്നോട് കൽപ്പനയൊക്കെ തന്നു. പോകാൻ നേരത്ത് പറഞ്ഞു, അവിടെ ഒരു ചാപ്പൽ പണിയണം, അച്ഛൻ പൈസയൊന്നും പിരിക്കണ്ട, പൈസയൊക്കെ ഞാൻ എത്തിച്ചോളാം, ആ പണിയുടെ മേൽനോട്ടം. അപ്പോൾ അവർക്കൊരു പള്ളിയൊക്കെ വേണം. പള്ളിയൊക്കെ തിരുമേനി പൈസ തന്നു. തിരുമേനി തന്ന പ്ലാൻ അനുസരിച്ച് അവിടെയുള്ള ആളുകളെ കൊണ്ട് അതൊക്കെ ചെയ്യിച്ചു. സത്യവാടി മിഷൻ. ഇതിൻ്റെ കൂതാശയ്ക്ക് നാട്ടിൽ നിന്ന് കുറേ പേർ, അടൂർ ഭദ്രാസനത്തിൻ്റെ വിവിധ ചുമതലകൾ വഹിക്കുന്നവരും. തിരുമേനിയും ആ ബസ്സിലാണ് വന്നത്. അതിലെ തിരുമേനി ഒഴിച്ച് ബാക്കി എല്ലാവരും വണ്ടിയിൽ നിന്നിറങ്ങിയത് അയോഡക്സിൻ്റെ പരസ്യം പോലെ കേട്ടിട്ടില്ലേ നമ്മൾ അയോഡക്സിൻ്റെ പഴയ പരസ്യം എന്നൊക്കെ പറഞ്ഞിറങ്ങുമ്പം ഈ മനുഷ്യൻ താണ്ട് കുതിര പോലെ ആ വണ്ടിക്കകത്തും ചാടിയിറങ്ങും. എന്നിട്ട് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് വൃതാചലം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയേ ഉള്ളൂ താമസിക്കാനൊരു സൗകര്യം. ഹോട്ടലെല്ലാം ക്രമീകരിച്ചു. ഒരു AC മുറിയേ അവിടെയുള്ളൂ, അത് തിരുമേനിക്ക് ക്രമീകരിച്ചു. ബാക്കി എല്ലാവരും അവിടെ താമസിച്ചു. ഞങ്ങൾ മിഷൻ ഫീൽഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ പോകാൻ നേരത്ത് ഒന്നുകൂടെ തിരുമേനിയെ ഒന്ന് കണ്ട് എന്തെങ്കിലും ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നറിയാനായിട്ട് ഒന്നുകൂടെ ചെന്നു. എല്ലാമൊക്കെ ഒന്ന് നോക്കി. ടോയ്ലറ്റിൽ അവിടെ ടവലോ സോപ്പോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. അവിടെ ചെന്നപ്പോഴാണ് ഇന്ത്യൻ ക്ലോസറ്റാണ്. തീർന്നു. ഞാൻ വിചാരിച്ച് എന്നെ മിക്കവാറും ടിബറ്റിൽ വിടും. കാരണം ഇത് ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ വന്ന് തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി എന്നാച്ചാ? അപ്പം എൻ്റെ ആ ഒരു വശപശമൊക്കെ കണ്ടപ്പോൾ എന്നാച്ചാ? ഞാൻ ഒരു തിരുമേനി ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ് ഇല്ല, നാടൻ ക്ലോസറ്റേ ഉള്ളൂ. എന്നെ പറ്റി? ഞാൻ പറഞ്ഞു ഇവിടെ ഒരു AC മുറിയേ ഉള്ളൂ, അതെടുത്തത് കൊണ്ടാണ്. സാരമില്ല അച്ഛാ, ഞാൻ ശ്രമിക്കാം, നാളെ അച്ഛൻ പൊക്കോ. എന്നോട് പറഞ്ഞു അച്ഛൻ ടെൻഷൻ അടിക്കേണ്ട, പക്ഷേ എനിക്കറിയാം ഒന്നും സംഭവിക്കുകയില്ലെന്ന്. കാരണം അത് അത്ര എളുപ്പമല്ല. ഞാൻ പോയി പിറ്റേ ദിവസം രാവിലെ വന്നു. ഒരു 6:30 ആയപ്പോൾ വന്നപ്പോൾ തിരുമേനി ഇങ്ങനെ വരാന്തേ കൂടെ ഒക്കെ നടക്കുക. രാവിലത്തെ പ്രഭാത കൃത്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. കാരണം നമുക്കറിയാം ഇരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നെ കണ്ടപ്പം ചോദിച്ചു, ഇന്നലെ പറഞ്ഞ പോലൊക്കെ പറ്റി? ദേഷ്യപ്പെട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു അച്ഛനൊരു കാര്യം ചെയ്യാം, ഈ ബാക്കി മുറികളിലെ ഈ യൂറോപ്യൻ ക്ലോസറ്റുള്ള മുറിയിലെ ആളുകളോട് വേഗം ഒന്ന് ഫ്രഷായി കുളിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ, ഞാൻ ആ ബാത്റൂം ഉപയോഗിച്ചോളാം. ഇങ്ങനെയും കൂടെയൊക്കെ ഒരു വശമുണ്ട് കേട്ടോ. നമ്മൾ പലപ്പോഴും ശാഠ്യവും കോപവും എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു വശം കൂടെ ഉണ്ട്. 7-7:30 വരെ പ്രഭാത കൃത്യങ്ങൾ ഒന്നും ചെയ്യാതെ ആ മുറിയിലെ ആളുകൾ മാറത്ത നിറം വരെ അവിടെ നിന്നു. ഒരിക്കലും ഒരു ദേഷ്യം എന്നോട് പറഞ്ഞില്ല. ഒരു മുൻപരിചയവും എനിക്ക് തിരുമേനിയില്ല. മറ്റൊരു സംഭവം, ഞാൻ മലേഷ്യയിൽ കുറച്ചു കാലം ശുശ്രൂഷ ചെയ്തു. അപ്പോൾ തിരുമേനിക്ക് അന്ന് തീരെ വീൽ ചെയറിലാണ് തിരുമേനി യാത്ര ചെയ്യുന്നതൊക്കെ. അപ്പം ആ ഇടവകയൊക്കെ സന്ദർശിക്കാനായിട്ട് വന്ന നമ്മുടെ സജു സി പാപ്പച്ചൻ അച്ഛൻ, നമ്മുടെ ഇപ്പോഴത്തെ അപ്രയം തിരുമേനിയാണ് അന്നത്തെ സെക്രട്ടറി. ഞങ്ങൾ എവിടെയൊക്കെയോ പോയി. ക്രിസ്മസിന് രാവിലെ 5:30 കുർബാന. അപ്പോൾ പാഴ്സനേജിൽ തിരുമേനി താമസിച്ചു. അന്ന് സജു അച്ഛനും ബെനോജി കെ മാത്യു അച്ഛനും ഞാനും ഞങ്ങളെല്ലാവരും കൂടെ ഈ മെത്ത വിരിച്ച് രാത്രി മുഴുവൻ ഇങ്ങനെ കഥ പറഞ്ഞ് അവിടെ കിടന്നു. അപ്പോൾ തിരുമേനി പറഞ്ഞു എന്നെ ഒരു 4 മണിയാകുമ്പോൾ വിളിക്കണം എന്ന് പറഞ്ഞു. ഏറ്റു. എവിടെ? 12:30 1:30 വരെ വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ ഉണർന്നത് 5 മണിക്കാണ്. ആർക്കും തിരുമേനിയെ പോയി വിളിക്കാൻ ഒരു ധൈര്യമില്ല. 5:30 ആരാധനയുണ്ട്. ഞാൻ പോയില്ല, സാജു അച്ഛനെ വിട്ടു. അച്ഛൻ പോയി പറ. അച്ഛനെ തിരുമേനിക്ക് വലിയ ഇഷ്ടമായിരുന്നു.
തിരുമേനി വിളിച്ചുണർത്തി. എന്തുകൊണ്ട് 4 മണിയായോ? 1 മണിക്കൂർ നേരത്തെ വേണേൽ പുറപ്പെടാമെന്ന് പറഞ്ഞ പോലെ മണി 5 ആയി. അതെന്താ നിങ്ങൾ വിളിക്കാഞ്ഞേ? ഞങ്ങളങ്ങ് ഉറങ്ങിപ്പോയി. ഒരു കാര്യം ചെയ്യേ, എന്നെ ആ ബാത്റൂമിലോട്ട് കൊണ്ടുവന്ന് ഇരുത്ത്. കാരണം തിരുമേനിക്ക് ഞാനൊരു 15 മിനിറ്റ് കൊണ്ട് റെഡിയാവാം, നിങ്ങൾ ബാക്കിയുള്ള ഒരു 15-20 മിനിറ്റ് നിങ്ങൾ 3 പേരും കൂടെ റെഡിയാവും. 5:25 നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എന്തൊക്കെ സംഭവിച്ചു കാണും അത്രയും സമയം കൊണ്ട് അവിടെ ചെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ രാത്രി വെളുപ്പിനെ ചായ ഇട്ട് കൊടുക്കണം. ഒരു 5 മണിക്കോ വല്ലതും വിളിച്ചേച്ച് ഞാനൊരു ചായ ഇട്ട് കൊണ്ട് കൊടുക്കും. എൻ്റെ ചായയുടെ ഗുണം കൊണ്ടാണോ എന്നറിഞ്ഞുകൂടാ, തിരുമേനി അത് കുടിക്കാതെ അവിടെ വെച്ചേക്കും. കുറച്ചുകൂടെ കഴിഞ്ഞ് ഞാൻ ചെന്നൊരു 6 മണിക്ക് വിളിച്ചുണർത്തുമ്പം ഈ ചായ പിരിഞ്ഞ് അത് നിത്യത കർത്തൃസന്നിധിയിൽ വാങ്ങിപ്പോയി. ആ ചായ അത്രയ്ക്ക് തണുത്ത്. തിരുമേനി വേറെ ചായ? വേണ്ടച്ച, ഈ ചായ മതി. ആ തണുത്ത ചായ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ദ്രോഹവും ദോഷവും ഒന്നും ചെയ്യാത്തവരാണെന്ന് തിരുമേനിക്കൊരു ചിന്ത ഉണ്ടെങ്കിൽ എന്തും ക്ഷമിക്കാനും ഏതറ്റം വരെയും അത് മനസ്സിലാക്കാനും ശ്രമിക്കും. എന്നാൽ ചിലപ്പോൾ തെറ്റിദ്ധാരണകളുടെയൊക്കെ പേരിൽ മറിച്ചും ഉള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവസാനമായി തിരുമേനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ പൊന്തി വരുന്ന മറ്റൊരു കാര്യം, തിരുമേനിക്ക് ഒരു മുഖമേ ഉള്ളൂ. സ്നേഹമായാലും ദേഷ്യമായാലും ഒറ്റ മുഖമേ ഉള്ളൂ, ഒരു പച്ച മനുഷ്യൻ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്നേഹം അഭിനയിക്കില്ല. ചെറിയ വാക്കല്ലത്. സ്നേഹം അഭിനയിക്കില്ല. സ്നേഹം ഉള്ളിലുണ്ടെങ്കിലേ അത് പ്രകടിപ്പിക്കും. ഇഷ്ടമില്ലെങ്കിൽ അത് ഒരു നല്ല കാര്യമാണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷേ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, തിരുമേനി നമ്മളെ കണ്ട് ചിരിക്കുകയും ഉള്ളിൽ മറ്റൊന്നാണെന്ന് വേണ്ട. ചിരിച്ചാൽ സ്നേഹമാണ്, ചിരിച്ചില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് ഉറപ്പിക്കാം. പഴത്തിനകത്ത് സൂചി വെച്ച് തരുന്ന പരിപാടി തിരുമേനിക്കില്ല. പഴം പഴമായും തരും, സൂചി സൂചിയായും തരും. പഴത്തിനകത്ത് സൂചി വെച്ച് കഴിമോനെ പഴം എന്ന് പറയുകയും വിഴുങ്ങി അങ്ങ് അണ്ണാക്കി ചെല്ലുമ്പോഴാണ് അതിൻ്റെ അകത്ത് എന്തോ ഉണ്ടായിരുന്നെന്ന് അറിയുന്നത്. ആ പരിപാടിയില്ല. നേരെ വാ, നേരെ പോ. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടം. അത് നല്ലതാണോ മോശമാണോ എന്നൊക്കെ ഉള്ളത്, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഡിബേറ്റ് വേറെ ഉണ്ടാവും. പക്ഷേ ഒറ്റ മുഖമേ ഉള്ളൂ. പഴത്തിനകത്ത് സൂചി വെക്കുന്ന പരിപാടിയില്ല. ഞാൻ കരുതിയിരുന്നത് തിരുമേനിക്ക് എന്നോട് വലിയ സ്നേഹമുണ്ടെന്നും ഞാൻ എന്തു പറഞ്ഞാലും എന്താഗ്രഹിച്ചാലും തിരുമേനി സാധിച്ചു തരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എവിടെ? ആരോടും നോ പറയാൻ ഒരു പ്രശ്നവുമില്ല. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ അധ്യാപകനായി പോകണം. അപ്പോൾ അവിടെ ഒരു വേക്കൻസി വന്നു. 2 പേരെയാണ് അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന വസന്ത് റാവു, അച്ഛന് UTC പഠിച്ച ആളാണല്ലോ, റോഷൻ അച്ഛൻ. അപ്പോൾ വസന്ത് പറഞ്ഞു, സാധാരണ UTCയിൽ അവരെ നോട്ടിഫൈ ചെയ്യും, ഇൻ്റർവ്യൂ ചെയ്യും. എന്നാൽ 2 ഒഴിവ് വന്നു. നമ്മുടെ കോഴഞ്ചേരി ഇടവാങ്ങമായിരിക്കുന്ന ഡോക്ടർ ജോർജ് സക്കറിയ പ്രകാശ്, അദ്ദേഹം ന്യൂസിലൻഡിൽ മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാനായി പോയപ്പോൾ എത്തിക്സിൻ്റെ ഒരു ഒഴിവ് വന്നു. അന്ന് അവിടെ ന്യൂ ടെസ്റ്റമെൻ്റ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഡെക്സ്റ്റർ മെയ്വൻ, അദ്ദേഹം തിരിച്ച് ചർച്ചിലേക്ക് പോയി. 2 ഒഴിവുകൾ, പുതിയ നിയമത്തിനും ക്രിസ്ത്യൻ എത്തിക്സിനും. ക്രിസ്ത്യൻ എത്തിക്സിന് അലക്സാണ്ടർ ഐസക് അച്ഛനെയും, പുതിയ നിയമം പഠിപ്പിക്കാൻ എന്നെയും പേര് വെച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് ജോസഫ് ബർത്തോമായോട് ചോദിച്ചു. അലക്സാണ്ടർ ഐസക് അച്ഛനോട് പൊക്കോളാൻ പറഞ്ഞു. അച്ഛൻ ഇപ്പോൾ UTC പഠിപ്പിക്കുന്നു, എന്നോട് പോകണ്ട. ഞാൻ ചോദിച്ചു, എന്താണ്? അച്ഛൻ പോകണ്ട, അച്ഛന് പെർമിഷൻ ഇല്ല. ഇനി സ്വർഗത്തിൽ ചെന്നിട്ട് വേണം എനിക്കൊന്ന് ചോദിക്കാൻ, എന്നാലും എന്നോടിങ്ങനെ. അതെന്തിനാ അങ്ങനെ ചെയ്തെന്നോ? എന്നാൽ എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു UTC പഠിപ്പിക്കാൻ. അന്ന് തിരുമേനി അനുവദിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ നല്ല മിടുക്കനായിട്ട് UTCയിൽ പഠിപ്പിക്കണ്ടേ. പക്ഷെ തിരുമേനി പറഞ്ഞു വേണ്ട. അപ്പോൾ വേണം വേണ്ട, യെസ് നോ. എന്നാൽ തിരുമേനി, ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, തിരുമേനിക്ക് വേറൊരു സൂത്രം സ്വീകരിക്കാമായിരുന്നു. അച്ഛൻ പോകണ്ട എന്ന് പറയുന്നതിന് പകരം ഇത് സിനഡിൽ വല്ലതും വെച്ചിട്ട്
പിന്നെ എന്നെ കാണും, അച്ഛാ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛനെ വിടണമെന്ന്, പക്ഷെ സിനഡിൽ ആരും സമ്മതിക്കത്തില്ലെന്ന് വേണേ പറഞ്ഞാൽ തിരുമേനിക്ക് എൻ്റെ മുമ്പിൽ ആരാവാം? അങ്ങനത്തെ ഉഡായിപ്പ് പരിപാടിയൊന്നുമില്ല. പഴത്തിനകത്ത് സൂചിയില്ല, സൂചി വേറെ പഴം വേറെ. ഇന്ന് ഇത്തരം മനുഷ്യരെ കണ്ടുകിട്ടുക അപൂർവമാണ്. ഒരു പക്ഷേ നമുക്ക് വളരെ റഫായും ഒട്ടും റിഫൈൻഡ് അല്ലെന്ന് തോന്നാം, പക്ഷേ വിശ്വസിക്കാം. ഇപ്പോഴും എനിക്ക് ആ ദണ്ണം മാറിയിട്ടില്ല. ലൂക്കോച്ചാൻ എന്നെ ഇതിന് വിളിച്ച് ഞാൻ വന്നെങ്കിലും എന്നാലും എനിക്ക് UTC കിട്ടിയൊരു ഗോൾഡൻ ചാൻസ് തിരുമേനി തന്നില്ലല്ലോ എങ്കിലും, എന്നാലും സാരമില്ല. സൂത്രങ്ങളൊന്നും പറയാതെ അച്ഛൻ പോണ്ട, അത് തിരുമേനിയുടെ അഭിപ്രായമായി എന്നോട് പറയുകയും എനിക്ക് എന്തെങ്കിലും അനിഷ്ടം തോന്നിയാൽ അത് ആരോട് തോന്നിക്കോട്ടെ, എന്നോട് തോന്നട്ടെ. നമ്മളാണെങ്കിൽ ആരും അങ്ങനൊരു റിസ്ക് എടുക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒറ്റ ഫേസേ ഉള്ളൂ. ഫ്രാൻസിസ് കാഫ്കയെ കുറിച്ച് വായിച്ചിട്ടുള്ള ചിലരെങ്കിലും ഈ കൂട്ടത്തിൽ കാണും. വളരെ പ്രശസ്തനായ എഴുത്തുകാരനും. കാഫ്കയുടെ ഒരു വാചകം ഇങ്ങനെയുണ്ട്: I was ashamed of myself when I realized life was a costume party and I attended with my real face. ഇത് കാണാതെ പഠിക്കേണ്ട. എനിക്ക് ജോസഫ് മാർ തോമയെ ഓർക്കുമ്പോഴെല്ലാം കാഫ്കയുടെ ഈ വാചകമാണ് ഓർമ്മ വരുന്നത്. I was ashamed of myself when I realized life was a costume party and I attended with my real face. എല്ലാവരും അഭിനയിക്കുമ്പോൾ, എല്ലാവരും മൂടുപടം ധരിക്കുന്ന ഒരു കോസ്റ്റ്യൂം പാർട്ടിയായി ലോകം മാറുമ്പോൾ പച്ച മനുഷ്യനായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ധാരാളം ശത്രുതയും വെറുപ്പുമൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഒത്തൻറ്റിസിറ്റി ക്യാൻ ബി എ ഡിസഡ്വാൻറ്റേജ്. ഒറ്റ മുഖം. തിരുമേനിയുടെ ജീവിത സായാഹ്നം കൂടെ ഉണ്ടല്ലോ. ഒരു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക. അച്ഛൻ പറഞ്ഞതനുസരിച്ച് എനിക്കിനി 11 മിനിറ്റ് കൂടെ ഉണ്ട്, പക്ഷേ ഞാൻ അത്ര എടുക്കൂല. തിരുമേനി കാലം ചെയ്യുന്നതിന് മുൻപ്, നിത്യസ്വസ്ഥതയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് 6 മാസം മുൻപാണ് അദ്ദേഹത്തിന് അർബുദമാണ്, പാൻക്രിയാസ് അർബുദമാണ് എന്ന് അറിഞ്ഞത്. ഇതെങ്ങനെ തിരുമേനിയോട് പറയും? പറഞ്ഞാൽ തിരുമേനി എങ്ങനെ സ്വീകരിക്കും? അപ്പോൾ എറണാകുളത്ത് ശുശ്രൂഷയുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്ന തിരുമേനിയുടെ അടുത്ത സ്നേഹിതരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഡോക്ടറോട് പറഞ്ഞു, നിങ്ങൾക്ക് തിരുമേനിയോട് കൃത്യമായി പറയാം, രോഗം കണ്ടുപിടിച്ചു, ഇനി 6 മാസമേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർക്കൊരു സംശയം, ഇത് പറഞ്ഞാൽ തിരുമേനി എങ്ങനെ സ്വീകരിക്കും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് തിരുമേനി അറിയാത്തത് കൊണ്ടാണ്. അദ്ദേഹത്തിന് മരണമൊന്നും, അദ്ദേഹം മരണത്തെ ഭയക്കുന്നയാളല്ല. ഡോക്ടർ കൃത്യമായി പറഞ്ഞു, തിരുമേനിക്കിനി 6 മാസത്തെ സമയം. ഇനി 6 മാസമേ തനിക്ക് ബാക്കിയുള്ളൂ എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായി ചെയ്തു. തൻ്റെ മുഴുവൻ സ്ഥാവര ജംഗമ വസ്തുക്കളും എഴുതി ഒപ്പിട്ട് സഭയ്ക്ക് കൈമാറി. തൻ്റെ അനന്തരാവകാശിയായി തിയോഡോഷ്യസ് തിരുമേനിയെ വാഴിച്ചു. തൻ്റെ ജീവിതം ഏതാണ്ട് ഈ ലോകത്തിൽ നിന്നുള്ള പുറപ്പാടിനുള്ള സമയമായി എന്നറിഞ്ഞപ്പോൾ തിയോഡോഷ്യസ് തിരുമേനിയോട് പറഞ്ഞു, എനിക്ക് തൈലാഭിഷേകം വേണം. റോവിനച്ഛനോടും ബ്ലസ്സിനച്ഛനോടും ഒക്കെ പറഞ്ഞു, ഏത് കാപ്പ ധരിപ്പിക്കണം, ഏത് അംശവടി പിടിക്കണം, ഏത് സ്ലീബ വേണം, എല്ലാം തിരുമേനി ആഗ്രഹിച്ചതുപോലെ. അതാ തോമസ് മാത്യു സാർ പറഞ്ഞത്, ജീവിതവും ജീവിതത്തിൻ്റെ അവസാനവും കൂടെ പൊരുത്തമുണ്ടാവുക എല്ലാവർക്കും ലഭിക്കുന്ന ഭാഗ്യമല്ല. സഭയുടെ 21ാമത്തെ മെത്രാപ്പൊലീത്ത അന്തസ്സോടെ, ഉഗ്ര പ്രതാപിയായി, കുലീനതയോടെ, തലയെടുപ്പോടെ, ഗജരാജ പ്രൗഢിയോടെ ജീവിച്ചു. മലങ്കരയുടെ ദേവദാരുവായി, സൂര്യ തേജസ്സായി, മലങ്കരയുടെ കുലപർവം 5 വർഷങ്ങൾക്ക് മുൻപ് ഒക്ടോബർ 18 ഇടിഞ്ഞു. തിരുമേനിയുടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം 13-ാമത്തെ വാക്യം. നീയോ ദാനിയേലേ, അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിക്കുവാൻ എഴുന്നേറ്റ് വരും.
നമ്മുടെ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുകയാണ്. കാലാവസാനത്തിൽ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്കും തിരുമേനിയെ ദൈവസന്നിധിയിൽ കാണാം. തിരുമേനിയുടെ ഈ അനുഗ്രഹീതമായ ജീവിതത്തിൻ്റെ മുൻപിൽ ഞാൻ എൻ്റെ ശിരസ് വണക്കുകയും ഇങ്ങനെയൊരു തിരുമേനിയെ, ഇങ്ങനെയൊരു മെത്രാപ്പൊലീത്തായെ ഈ ഇടവകയ്ക്കും ഈ ഇടവകയിലൂടെ സഭയ്ക്കും തന്ന ദൈവത്തിന് 1,00,00,000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ അനുസ്മരണ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മായ്ച്ചാലും മായാത്ത അനുഗ്രഹീത ഓർമ്മയായ ജോസഫ് മാർത്തോമാ തിരുമേനിയെക്കുറിച്ച് വളരെ സ്പഷ്ടമായി, വളരെ വ്യക്തമായി നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മോട് പങ്കുവെച്ച പ്രിയപ്പെട്ട മൂത്തേശനുള്ള സ്നേഹവും നന്ദിയും ആദ്യം അറിയിക്കട്ടെ. ഇപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കുവാനായിട്ട് ഇടവക സെക്രട്ടറി അശ്വിൻ വർഗീസ് ജോണിനെ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലയോ? 2 മിനിറ്റ് കൂടി ഞാൻ എടുക്കത്തില്ല. ഞാൻ വന്ന് നിൽക്കുമ്പോൾ നിങ്ങളെങ്ങനെ എഴുന്നേറ്റ് പോകുന്നത് എനിക്ക് സങ്കടമുള്ള കാര്യമാണ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ രാവിലെ ശുശ്രൂഷയ്ക്ക് ശേഷം ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്തയുടെ അനുസ്മരണ സമ്മേളനമായ ഇടവകയായി ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിക്കുവാൻ സാധിച്ചത് ഓർത്ത് ദൈവത്തിന് ആദ്യമേ നന്ദി അറിയിക്കുന്നു. അധികം ദീർഘിപ്പിക്കാതെ തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. വന്നുകൂടിയ നിങ്ങൾക്ക് ഏവർക്കും നന്ദി അറിയിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നമ്മുടെ ഇടവക വികാരിയായിരിക്കുന്ന പ്രിയ ജിജി തോമസ് അച്ഛനാണ്. ഈ മീറ്റിങ്ങിനെ പറ്റിയുള്ള ചിന്ത വന്ന സമയം മുതൽ ഏറ്റവും ദീർഘവീക്ഷണത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നതിൽ അച്ഛൻ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. അച്ഛൻ തന്നെ സജസ്റ്റ് ചെയ്തതാണ് പ്രിയ മോത്തി അച്ഛനെ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട്. അച്ഛൻ്റെ ശുശ്രൂഷകളെല്ലാം ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛൻ നമ്മോട് കൂടി ഒപ്പമുള്ള ആളാണ്. പ്രത്യേകമായ ഒരു നന്ദി വാക്കിൻ്റെ ആവശ്യമില്ലെങ്കിൽ പോലും ഈ മീറ്റിങ്ങിൻ്റെ ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികതയുടെ പേരിൽ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഇടവയുടെ നാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഈ പ്രഭാഷണത്തിന് നമുക്ക് നേതൃത്വം നൽകുന്നത് റവറൻഡ് ഡോക്ടർ മോത്തി വർക്കി അച്ഛനാണ്. അച്ഛൻ ആദ്യം പറഞ്ഞു എന്തിനാണ് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന്. എന്നാൽ മാരാമണ്ണുകാർക്ക് ഇപ്പോൾ മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് അച്ഛൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് എന്നുള്ളത്. വളരെ അർത്ഥവത്തായ വാക്കുകൾ. എനിക്ക് ഉറപ്പുണ്ട് ചിലർക്കെങ്കിലും ഒന്ന് രോമം എഴുന്നേറ്റ് നിന്ന് കാണണം. തിരുമേനിയെ പറ്റിയുള്ള വാക്കുകൾ, ഏറ്റവും അടുത്തറിഞ്ഞിട്ടുള്ള നിമിഷങ്ങളൊക്കെ നമ്മളോട് പങ്കിട്ടപ്പോൾ നമുക്കും അഭിമാനിക്കാം. അച്ഛൻ പറഞ്ഞ പോലെ ആനയ്ക്ക് വലിപ്പം അറിയില്ല. നമ്മൾ മാരാമണ്ണുകാരുടെ വലിപ്പം നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അതറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഈ ദിവസം തിരക്കുകൾക്കിടെ ഞാൻ മനസ്സിലാക്കുന്ന ഇന്നലെ രാത്രി വളരെ ലേറ്റായിട്ടാണ് അച്ഛൻ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയത്. അച്ഛൻ ഇന്ന് നമുക്കിവിടെ കൃത്യസമയത്ത് എത്തി വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകി. ഇന്നത്തെ ഈ സമ്മേളനത്തിൽ നമുക്ക് മുഖ്യ പ്രഭാഷണം നൽകി. അച്ഛനെ സഭ കൂടുതലായി എടുത്ത് ഉപയോഗിക്കട്ടെ. അച്ഛൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ വലിയവനായ ദൈവം ഏറ്റവും അനുഗ്രഹത്തോടെ നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി മാരാമൺ ഇടവകയായി പ്രാർത്ഥിക്കുന്നു. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മളോടൊപ്പം ആയിരിക്കുന്ന പ്രിയ റോഷൻ വി മാത്യൂസ് അച്ഛൻ, ജസ്റ്റിൻ പാപ്പച്ചൻ, ജേക്കബ് അച്ഛൻ, നമ്മുടെ സീനിയർ വൈദികനായിരിക്കുന്ന ജോർജ് മാത്യു അച്ഛൻ, എല്ലാവരുടെയും സേവനങ്ങളെ മാനിക്കുന്നു. ഇടവകയ്ക്ക് നൽകി തരുന്ന കൈത്താങ്ങലിനെ ഓർത്ത് നന്ദി അറിയിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ പേരിൽ ഈ പ്രിയ അച്ഛന്മാരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്ക് ഇന്ന് ഈ സമ്മേളനങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ അതിന് ആവശ്യമായ കൈത്താങ്ങലുകളൊക്കെ നൽകി തരുന്നത് പാലക്കുന്നത്ത് പ്രിയ തോമസ് പി ലൂക്കോസ് അങ്കിളും ഫാമിലിയും ഒക്കെയാണ്. പാലക്കുന്നത്ത് ഫാമിലിയാണ്. അവർ പ്രത്യേകമായ ഇടവകയ്ക്ക് നൽകുന്ന കരുതലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്കിളിനോടും ഫാമിലിയോടുമുള്ള നന്ദി ഇടവകയുടെ നാമത്തിൽ അറിയിക്കുന്നു. ഈ പരിപാടി അല്ലെങ്കിൽ ഒരു സമ്മേളനം, ഒരു മീറ്റിംഗ് വിജയകരമാവുന്നത് ഇടവകയിലെ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ കൊണ്ട് മാത്രമാണ്. ഇവിടെ എത്ര വലിയ ആൾ പ്രസംഗിക്കാൻ വന്നാലും അത് കേൾക്കാൻ ആളില്ലെങ്കിൽ അത് വൃഥാവായി പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും ക്ഷമയോടെ നിങ്ങൾ ഈ സമ്മേളനത്തിൽ ഇരുന്നു, ഈ പ്രഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചു. എല്ലാവരോടും നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്ന് നമുക്ക് മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് നമ്മളെ സഹായിച്ചത്, ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ നമ്മുടെ ഇടവക ഗായക സംഘമാണ്. ഗായക സംഘത്തിനോടും ഗായക സംഘത്തിന് നേതൃത്വം നൽകുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇടവക ചുമതലക്കാർ, കൈസ്ഥാന സമിതി അംഗങ്ങൾ, ഓഫീസ് സ്റ്റാഫ്, ജീവനക്കാർ
ഇന്ന് ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിനായി ചെറുതും വലുതുമായ ജോലികൾ ചെയ്ത എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളോട് ഓരോരുത്തരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി. പ്രിയപ്പെട്ട ജസ്റ്റിൻ അച്ഛൻ പ്രാർത്ഥിക്കുകയും ജോർജ് മാത്യു അച്ഛൻ ആശീർവാദം പറയുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവെ, അനുഗ്രഹീതമായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ഉച്ച സമയത്തിനായി തിരുനാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതായ ധന്യമായ നിമിഷങ്ങൾക്കായി തിരുനാമത്തിന് ഞങ്ങൾ സ്തുതി അർപ്പിക്കുന്നു. 5 വർഷം മുമ്പേ ഞങ്ങളുടെ മധ്യയിൽ നിന്ന് നിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്നിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും സ്നേഹിച്ച, ഞങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും മാതൃകയായി തീർന്ന, ഞങ്ങൾക്കെല്ലാവർക്കും അസാധ്യം എന്ന കാര്യങ്ങളെ സാധ്യമാക്കുന്നതായ ജീവിതത്തിൻ്റെ ആ മാതൃകകൾ കാണിച്ചു തന്ന അഭിവന്യ ജോസഫ് മാർത്തോമാ തിരുമേനിയുടെ ധന്യമായ ജീവിതത്തിനായി ഞങ്ങൾ തിരുനാമത്തിന് സ്തുതി അർപ്പിക്കുന്നു. 5 വർഷമായെങ്കിലും കർത്താവെ, ഇന്ന് ഈ അനുഗ്രഹ പ്രഭാഷണത്തിലൂടെ ഞങ്ങൾക്ക് തിരുമേനിയെ പറ്റി ഒരിക്കൽ കൂടെ ഓർക്കുവാനും ആ ധന്യമായ മാതൃകകളെ ഓർത്ത് നിനക്ക് സ്തുതി അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് തന്ന നിമിഷങ്ങൾക്കായിട്ട് സ്തുതി. ഇതിന് വേണ്ടതായ ക്രമീകരണങ്ങൾ ചെയ്തതായ ഞങ്ങളുടെ അച്ഛന്മാർക്കായി, ഇടവ ചുമതലക്കാർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇതിന് ഇത്രയും താല്പര്യത്തോടെ എല്ലാ തിരക്കുകൾ മാറ്റിവെച്ച് പങ്കെടുത്തതായ ഓരോ മക്കൾക്കായിട്ടും സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹീതമായ പ്രഭാഷണം നൽകുവാൻ ഞങ്ങളുടെ മധ്യേ ഇന്ന് കടന്നു വന്നതായ ബഹുമാനപ്പെട്ട ഡോക്ടർ മോത്തി വർക്കി അച്ഛനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഏറ്റവും ധന്യമായ രീതിയിൽ ഞങ്ങൾക്ക് തിരുമേനിയെ ഒരിക്കൽ കൂടെ നന്ദിയോടുകൂടെ ഓർക്കുവാൻ, കലർപ്പില്ലാത്തതായി മായം ചേർക്കാത്ത രീതിയിൽ ഓർക്കുവാൻ കർത്താവ് പ്രിയമകനിലൂടെ ഇടയാക്കിയതിനാൽ സ്തോത്രം. കർത്താവേ, തിരുമേനിയുടെ ജീവിതത്തിൻ്റെ ആ നല്ല മാതൃക പിന്തുടരുവാനുള്ള കൃപ, ആ ധൈര്യം നീ ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. സ്നേഹിക്കുന്നത് അത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനും, എന്നാൽ അരുത് എന്ന് പറയുന്നത് അത് ആത്മാർത്ഥമായിട്ടാകുവാനും, അങ്ങനെ ഒരു മുഖത്തോടുകൂടെ ജീവിക്കുവാൻ, ആത്മാർത്ഥമായിട്ട് ജീവിക്കുവാൻ, കർത്താവെ സഭയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാൻ, നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാൻ, നിനക്ക് വേണ്ടി ജീവിക്കുവാൻ ഉള്ള കൃപ നൽകണമേ. അങ്ങനെ നാഥ, ഞങ്ങളുടെ ജീവിതം അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിച്ചു, സത്യസന്ധ്യയോട് ജീവിക്കുവാനായിട്ട് സാധിച്ചു എന്ന് സംതൃപ്തിയോട് പറയുവാനുള്ള കൃപ നൽകണമേ. സത്യാനന്തര സമൂഹത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അതിൻ്റെ ഒരു ബദലായിട്ട് ഞങ്ങളുടെ മധ്യേ ജീവിച്ചതായ തിരുമേനിയുടെ ധന്യമായ ജീവിതത്തിനായി ഒരിക്കൽ കൂടെ തിരുനാമത്തിന് സ്തുതി അർപ്പിക്കുന്നു. ആ ഓർമ്മ തുടർന്നും ഞങ്ങളുടെ ഓർമ്മയിലും ഞങ്ങളുടെ വാക്കുകളിലും ഞങ്ങളുടെ ജീവിതത്തിലും നിലനിൽക്കുവാൻ കർത്താവ് ഇടയാക്കണമേ. പ്രത്യേകാൽ തിരുമേനിയെ കളിച്ച് വളർന്നതായ ഈ ഇടവയ്ക്കായി സ്തോത്രം. ഇടവജനങ്ങൾ കാണിച്ചതായ സ്നേഹത്തിനായിട്ട് സ്തുതി. കർത്താവെ, തുടർന്നും അപ്രകാരമുള്ള അനുഗ്രഹീതമായ നേതൃത്വം ഞങ്ങളുടെ സഭയ്ക്ക് നൽകണമേ. ഞങ്ങളുടെ സഭ തുടർന്നും എല്ലാ ലോകത്തിനു തന്നെ, എല്ലാ സഭകൾക്ക് തന്നെ മാതൃകയുള്ളതായ സഭയായിട്ട് നിലനിൽക്കുവാൻ ഇടയാക്കണമേ. കർത്താവെ, ഞങ്ങൾ ഒരിക്കൽ കൂടെ മുതിയവർക്ക് അച്ഛനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ശുശ്രൂഷ തുടർന്നും അനേകർക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമാകുവാൻ, സഭയ്ക്ക് തന്നെ അനുഗ്രഹത്തിന് മുഖാന്തരമാകുവാൻ, ഈ ലോകത്തിന് അനുഗ്രഹത്തിന് മുഖാന്തരമാകുവാൻ ഇടയാക്കുകയും ചെയ്യണമേ. പിരിയട്ടെ നാഥ, പിരിയാത്തവനായി ഞങ്ങളോട് കൂടെ ഇരിക്കണം. കാണും വരെ നിന്റെ ചിറകിൻ മറവിൽ ഞങ്ങൾ ഓരോരുത്തരെയും കാത്ത് പരിപാലിക്കുകയും ചെയ്യണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപ തോന്നി പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരികിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരങ്ങൾ തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ആശീർവാദത്തിനിടെ എല്ലാവരും എഴുന്നേറ്റട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ഏക പുത്രൻ്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ സംസർഗം, സഹവാസം നാം ശ്രവിച്ച തിരുമേനിയുടെ ധന്യമായ ജീവിതത്തിലൂടെ സഭയ്ക്ക് ലഭിച്ച എല്ലാ നന്മകളുടെ മേലും, തിരുമേനിയുടെ സഭ കെട്ടുമണി ചെയ്ത ഓരോ അനുഭവങ്ങളുടെ മേലും, തിരുമേനിയെ ദാനം ചെയ്ത കുടുംബത്തിൻ്റെ മേലും ഈ ഇടവകയുടെ മേലും, ഇന്ന് മുഖ്യ പ്രഭാഷണം നിർവഹിച്ച പ്രിയ അച്ഛൻ്റെ മേലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.